89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് സിംഗർ, പെർഫോമർ, ആക്ടർ, ആനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റ് ചിത്ര അയ്യർ. ചേച്ചി, വെൽക്കം ടു ദ ഷോ. Hi, thank you so much for having me on your show. Yes, we are also happy. ചേച്ചി, എന്തുണ്ട് വിശേഷം? സുഖാണോ? നല്ല സുഖം. ഞാനിപ്പോ നാട്ടിലുണ്ട്. I recently lost my mother. അപ്പം ഞാൻ നാട്ടിലേക്ക് വന്നതായിരുന്നു മമ്മിയുടെ കൂടെ ഇരിക്കാൻ. അതിനുശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂരോട്ട് പോയിട്ടില്ല. ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നാട്ടില്. സോ അപ്പോ ഇവിടുത്തെ ഫ്ലഡ് സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട്? ഭയങ്കര മഴ. ആൻഡ് മഴ എന്നല്ല, ഞങ്ങളുടെ വീട് എന്തോ ഭാഗ്യം കൊണ്ട് അത് വെള്ളത്തിനടി പോയിട്ടില്ല. പക്ഷെ ചുറ്റുമുള്ള പ്രദേശം മൊത്തം വെള്ളം കയറി. നമ്മളെ വീട്ടില് വലിയൊരു കുളമുണ്ട്. അപ്പൊ ആ കുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ്, ബട്ട് കവിഞ്ഞിട്ടില്ല. ഇനി ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ മഴ പെയ്താൽ അതും കവിയും. ഇവിടെ എനിവേ. അപ്പൊ എന്തായാലും ഈ മഴയത്ത് ചേച്ചിയുടെ പാട്ട് വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങളും റെഡിയാണ്. പറയാനായിട്ട് പങ്കുവെക്കാനായിട്ട് ചേച്ചിയും റെഡിയല്ലേ? റെഡി വിത്ത് എ ഹോട്ട് കപ്പ് ഓഫ് കോഫി. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ എന്നുള്ളത് വൈബ്രന്റ് ചിത്ര അയ്യർ ഓൺ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ള ജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ സിംഗർ ചിത്ര അയ്യർ. ചേച്ചി, നമ്മൾ ആദ്യമേ തന്നെ ചോദിക്കുകയാണെങ്കിൽ മ്യൂസിക് ലൈഫ് എങ്ങനെ പോകുന്നു? മ്യൂസിക് ലൈഫ് ഇച്ചിരി ഒന്ന് ഒരു ലോക്കി ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൈ മദർ വാസ് വെരി സിക്ക്. അപ്പം കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ വളരെ കുറച്ച് ഷോസ് എടുത്തുകൊണ്ട് വേറെ ഒന്നും ചെയ്യാതെ, വേറെ പ്രോജക്ട്സ് ഒന്നും ചെയ്യാതെ ഞാനിങ്ങനെ മമ്മിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരു ബാക്ക് ബേണറിലാണത്. ബട്ട് ഇനി വീണ്ടും ഒന്നും കൂടി ആക്റ്റീവ് ആവാൻ പോവുകയാണ്. ബിക്കോസ് നൗ ഐ എം കൈൻഡ് ഓഫ് യുനോ ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ഇപ്പൊ ഓക്കെ ആയോ? ബാക്കി എല്ലാരും, ചേച്ചി, സിസ്റ്റേഴ്സ് ഒക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നോ? ഓക്കെ എന്ന് പറയാൻ വയ്യ, ബട്ട് വി ആർ ട്രൈങ്, ഇത്രേ പറയുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ വീട്ടില് മമ്മി ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഡൈനാമിക് ഒരു പേഴ്സണാലിറ്റിയാണ് മമ്മി. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിബഡി ഹു കംസ് ഇൻ ടച്ച് വിത്ത് ഹർ, എനിബഡി ഹു ഹാസ് ഇന്ററാക്ടഡ് വിത്ത് ഹർ, ദേ വിൽ നോ അമ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഷി ഹാസ് ടച്ച്ഡ് എ ലോട്ട് ഓഫ് ലൈവ്സ്. അപ്പം എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ് മമ്മിയുടെ. മമ്മി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെയാണ് തോന്നുന്നു ചേച്ചിക്കും കിട്ടിയിട്ടുള്ളത് അല്ലെ? എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചിത്ര ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആയിരിക്കാം, പക്ഷെ മമ്മീനെ നോക്കുമ്പോ മമ്മിയുടെ ഒരു 1/10 പോലും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മിയുടെ അത് ഭയങ്കര ഒരു യുണീക് പേഴ്സൺ തന്നെയാണ് മമ്മി. ആൻഡ് മമ്മി ഇത്രയും വയ്യാതിരുന്ന സമയത്ത് മമ്മിക്ക് കിഡ്നി ഡിസീസ് ആയിരുന്നു. മമ്മിക്ക് വയ്യാതിരുന്ന സമയത്താണ് മമ്മിയുടെ ഒരു നോവൽ മമ്മി ഇറക്കിയത്. അപ്പം മമ്മിയുടെ ഫസ്റ്റ് നോവൽ. മമ്മി ഒരുപാട് എഴുതും, ബട്ട് മോസ്റ്റ്ലി സയന്റിഫിക് ജേർണൽസും സയന്റിഫിക് പേപ്പേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ബാക്കി എഴുതുന്നതൊക്കെ പ്രൈവറ്റ് ആയിട്ട് മമ്മി വെച്ചിരുന്നു. മമ്മി ഒരിക്കലും പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് എഴുതുന്നതല്ല, ജസ്റ്റ് ഒരു പ്ലഷറിന് വേണ്ടി. മമ്മി നന്നായി എഴുതും, പാട്ടൊക്കെ എഴുതും. മമ്മി അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണ് മമ്മി. And mummy towards the end, like we decided, okay, let's release publish her book. അപ്പൊ മമ്മിയുടെ ഒരു നോവൽ, മമ്മി എഴുതിയ ഒരു നോവൽ, ഓൾമോസ്റ്റ് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു നോവൽ മമ്മി അത് റിലീസ് ചെയ്തു. ഐ ഗിവ് യു എ കോപ്പി. ഓ ഷുവർ, താങ്ക് യു. സാക്ഷി എന്നാണ് അതിന്റെ പേര്. ഒന്നുമില്ല, ഞങ്ങളുടെ ഈ തമിഴ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഇല്ലേ കേരളത്തിലുള്ള, അവരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പീസാണ് മമ്മി എഴുതിയിട്ടുള്ളത്. സോ ഐ ഷെയർ ഇറ്റ് വിത്ത് യു ഡെഫിനറ്റ്ലി. ഓക്കെ അപ്പൊ എന്തായാലും നമ്മളും ആ ഒരു ഒരുപാട് നന്മകള്, ആ ഒരു അമ്മയുടെ ആ ഒരു ഒരുപാട് പേരുടെ ലൈഫിനെ തൊട്ടു എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ചേച്ചിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്, അല്ലെ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ഓർമ്മകൾ ഇനിയും അങ്ങനെ നിൽക്കട്ടെ അല്ലേ? താങ്ക് യു വെരി മച്ച്. ചേച്ചി, അമ്മേനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വാക്കുകൾ ഇപ്പൊ ചേച്ചിയുടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അമ്മയുടെ പേര് എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് പേര് പറയുമോ?
അമ്മ രോഹിണി അയ്യർ എന്നാണ് മമ്മിയുടെ പേര്. അയ്യർ ഇസ് ആ സർനെയിം, അച്ഛന്റെ പേരാണ്. അപ്പം അത് ഞങ്ങളുടെ സർനെയിം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അമ്മ രോഹിണി. ആൻഡ് പിന്നെ അമ്മ ആക്ച്വലി പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഇപ്പം ഇനി പബ്ലിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിലീസിനിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും എഴുതാതെ നമ്മൾ ആരും കേൾക്കാതെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടോ ഇനി പുറത്ത് വരാനായിട്ടുണ്ടോ? അമ്മ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അമ്മ പലർക്കും വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി മമ്മി പോയംസ് എഴുതുമായിരുന്നു. മമ്മി നിറച്ച് പോയിട്രി എഴുതുമായിരുന്നു. ആൻഡ് മമ്മി ഓഫ് കോഴ്സ് കുട്ടികളുടെ പാട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് മമ്മി. അതൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം എനിക്കതൊന്ന് പാടി റിലീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മമ്മി എഴുതിയ ഞങ്ങളുടെ ഞാനൊരു ഹിന്ദിയിലൊരു ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. ഒരു സോങ് റിലീസ് ചെയ്തായിരുന്നു. അത് ബാലഭാസ്കർ ആണ് മ്യൂസിക് ചെയ്തത്. ആൻഡ് അത് ഒത്തിരി ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ റിലീസ് ചെയ്തതാണ്. അത് തന്നെ നമ്മൾ മലയാളത്തിൽ ചെയ്തിരുന്നു. ഒരു മമ്മിയും എന്റെ ബാൻഡിലുള്ള അജയ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗർ, അപ്പൊ അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇറ്റ് വാസ് സോ നൈസ്. ബിക്കോസ് ഈ ഞാനിപ്പം ഇരിക്കുന്ന ഇതേ ഡൈനിങ് ടേബിളിൽ ദാറ്റ് ഇസ് നമ്മളെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മരവും ഞങ്ങൾ എല്ലാവരും കൂടി ചിരിച്ച് സംസാരിച്ച് അതിന്റെ ഇടയിൽ ഇങ്ങനെ എഴുതിയ ഒരു പാട്ടാണ്. ഒരു ലവ് സോങ് ആണ് അത്. മമ്മിയെ എഴുതിയതാണ്. ആൻഡ് അജയ് മമ്മി. അപ്പൊ ആ പാട്ട് ഞാൻ പാടി റിലീസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കത് കേൾക്കാനായിട്ട് പറ്റുമോ? പിന്നെന്താ, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് ആ പാട്ട് നമുക്ക് തന്നെ കേൾക്കാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചിത്രശേഷിയുടെ അമ്മ എഴുതി ചിത്രശേഷി പാടിയിട്ടുള്ള പാട്ടാണ് ഇനിതാ SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള സിംഗർ ചിത്ര അയ്യറാണ്. ചേച്ചി, അപ്പോൾ ചേച്ചിയുടെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും കുറച്ച് മുന്നേ പറഞ്ഞു ഓക്കെ 2 കൊല്ലത്തെ ഒരു ഗ്യാപ്പ്, ഇപ്പം അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് എടുത്തു. ആൻഡ് ഇനി നമ്മൾ മ്യൂസിക്കിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മിങ് ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു റീസെന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫഹദ് ഫാസിൽ സാധാരണ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളെക്കാളൊക്കെ ഒന്ന് മാറി ഒരു പവർഫുൾ വരവായിരുന്നു ഫഹദ് ഫാസിൽ. ആൻഡ് ഓൾസോ പ്രേമലു എന്ന സിനിമയിൽ മാർക്കോസേട്ടൻ്റെ ആ ഒരു തിരിച്ചൊരു 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ഡപ്പാങ്കത്ത് സോങ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഒരു റീബ്രാൻഡിങ് ആണ്. അപ്പൊ അതുപോലെ ചിത്ര അയ്യറിന്റെ ഒരു റീബ്രാൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കാവോ? Definitely. പൊളി. As a singer, as an actor, ഒരു 2006 മുതൽ ഞാൻ കുറച്ച് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ എന്താ പറയാ, എനിക്ക് ഭയങ്കര സിനിമ പ്രാന്താണ്. പക്ഷെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നു ആസ് എ യങ്സ്റ്റർ. ഐ മീൻ ആസ് എ കോളേജിലൊക്കെ ഉള്ളപ്പോഴൊക്കെ ഭയങ്കര പ്രാന്താണ്. തിയേറ്റർ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നേരം ഫിലിം ഓപ്പർച്യൂണിറ്റീസ് വന്നില്ല. എനിക്ക് ഫിലിമിന് അഭിനയിക്കാൻ ചാൻസ് വന്നത് 2006 ലെനിൻ സർ വിളിച്ചിട്ട് രാത്രി മഴ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പൊ അതിന് മുന്നേ ആക്ച്വലി ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഓഡീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹം. ഒരിക്കൽ ഒരു കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ആ സിനിമ വലിയ ഹിറ്റൊക്കെ ആയി. പക്ഷെ ഞാനത് പകുതി വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. മീൻസ് ഞാൻ ആ ഓഡിഷന് പോയില്ല. ബാംഗ്ലൂർ പോണായിരുന്നു, പോയില്ല. അതെന്നെ പറ്റി? എന്ത് പറ്റിന്ന് വെച്ചാൽ നമ്മള് അതൊരു നീണ്ട കഥയാണ്, അതുകൊണ്ട് ഓക്കെ. പിന്നീട് അത് ഓർത്തപ്പോ എന്നാ പോവായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ആരായനെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നീട്? ഇല്ല, ഒരിക്കലും ഇല്ല. I don't miss it at all. ബട്ട് അതിന് പോയിരുന്നെങ്കിൽ അഭിനയിക്കായിരുന്നു, അത്ര തന്നെ ഉള്ളൂ. അത് അങ്ങനെ മിസ് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നാറില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈവൻ മ്യൂസിക് പോലും ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഒരു എന്താ പറയാ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നത്. ബിക്കോസ് ഞാൻ 10ാം ക്ലാസ് മുതലേ സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു. ലോക്കൽ ഷോസിലും ലോക്കൽ സർക്കിൾസിലൊക്കെ ആൾക്കാർക്ക് അറിയായിരുന്നു. ബിക്കോസ് ഞാൻ സ്റ്റേജ് ഷോസ് പാടിക്കൊണ്ടിരുന്നു.
ബട്ട് അങ്ങനെ ഒരു സീരിയസ് പ്രൊഫഷൻ ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഫോർ ഫൺ ഐ യൂസ് ടു ഗോ ആൻഡ് സിംഗ്. അല്ലാണ്ട് അത്രയും ഒരു സെൻസ് ഓഫ് മണി ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, യുനോ. അപ്പൊ അത് മീൻസ് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കണം, അതിന്ന് നമ്മൾ ഏൺ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ഉണ്ടായത്? ഓക്കെ, ഇതെന്നാ ഞാനൊരു പ്രൊഫഷൻ ആക്കാമെന്ന്. അത് കോളേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയത്. മീൻസ് കോളേജിൽ ഉള്ളപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങള് വി വർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ കോളേജ്. അപ്പോ ഞങ്ങൾ 3 പേരായിരുന്നു. അതിൽ ഒരാള് മരിച്ചുപോയി. ഞങ്ങൾ 2 പേര് ഇപ്പൊ ഉണ്ട് കോളേജിലുണ്ടായിരുന്നപ്പോ. സോ ഷീ യൂസ് ടു ഡു ഷോസ് ഇങ്ങനെ ഇതിലൊക്കെ. അവള് നന്നായി പാടും, വെരി ഗുഡ് സിംഗ്. ശ്രീലത എന്ന പേര്. അപ്പൊ ഷീ യൂസ് ടു സിംഗ് ഇൻ ഈ ഓർക്കസ്ട്രയിലൊക്കെ പോയി പാടുമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം എന്തോ അവൾക്ക് പനി പിടിക്കും, എന്തോ ചെയ്ത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു ഷോയിന് അവൾക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോന്റെ ഓഫർ ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു വൈ ഡോണ്ട് യു ഗോ ആൻഡ് സിംഗ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വളർന്നതൊക്കെ ഡൽഹിയിലാണ്. അപ്പൊ എനിക്ക് മലയാളം വലിയ വശമില്ല. അപ്പൊ മലയാളം സോങ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. മലയാളമോ കന്നഡയോ ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. കാസർഗോഡ് കന്നഡ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കാസർഗോഡാണ് വളർന്നത്. സോ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ സമയത്ത്. സോ ദെൻ അപ്പം ഇറ്റ്സ് ഓക്കെ, ഹിന്ദി സോങ്സ് പാടാമല്ലോ, നീ പോയി പാടുന്നു. അപ്പൊ ഹിന്ദിയൊക്കെ എനിക്ക് നല്ല വശമായിരുന്നു. ഐ കുഡ് സിംഗ് ഹിന്ദി സോങ്സ്. അപ്പൊ ഞാൻ അങ്ങനെ ആ ഷോയിന് പോയി 1-2 ഹിന്ദി സോങ്സ് പാടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഷോസ് വരാൻ തുടങ്ങി. യുനോ, മംഗലാപുരത്തും ആ ഭാഗത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ ഷോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കാസർഗോഡ്, മംഗലാപുരം ആ ഏരിയയില്. സോ ദെൻ അങ്ങനെയാണ് ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പൊ മുതലാണ് ഓക്കെ ഇതൊരു പ്രൊഫഷൻ ആക്കുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ അല്ലേ എന്ന് വിചാരിച്ചു തുടങ്ങി. അങ്ങനെ വിചാരിച്ചു പോയതല്ല, അങ്ങനെ തന്നെ പോകാൻ തുടങ്ങി. പിന്നെ അതൊരു ഫോളോ ചെയ്തു, അത്ര തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞപ്പോ ഐ ഡിസൈഡഡ് ടു ഗോ ടു ചെന്നൈ. മീൻസ് അത് കഴിഞ്ഞ് എന്റെ അച്ഛന് മൊറീഷ്യസിലൊരു ഡെപ്യൂട്ടേഷന് പോയിരുന്നു, ഫ്രോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈഡ്. അപ്പൊ അച്ഛൻ പോയപ്പോ എന്റെ സ്റ്റഡീസ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോ ഞാനും അച്ഛന്റെ കൂടെ മൊറീഷ്യസിലേക്ക് പോയി. മമ്മി സെഡ് യു ഗോ ആൻഡ് സ്പെൻഡ് സം ടൈം ദർ. ബിക്കോസ് എനിക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് 21 കഴിഞ്ഞാല് നമുക്ക് ടിക്കറ്റ്സ് കിട്ടത്തില്ല, ഒഫീഷ്യലായിട്ട് ടിക്കറ്റ്സ് കിട്ടത്തില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഇവിടുന്ന് മൊറീഷ്യസ് വരെ പോവാന്നൊക്കെ പറഞ്ഞ. അപ്പൊ അച്ഛൻ പോയ കൂട്ടത്തിൽ ഞാനും അച്ഛന്റെ കൂടെ പോയി. അപ്പൊ ഒരു 1 year ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ആ സമയത്ത് ഐ മെറ്റ് സം മ്യൂസീഷ്യൻസ്. അവിടെ അവിടെ ഒരു മ്യൂസിക് സ്കൂളിൽ പോയി പാട്ടൊക്കെ പഠിക്കുമായിരുന്നു, വെറുതെ ഒരു ഹരത്തിന്. വെരി നൈസ് ടീച്ചർ. അപ്പൊ അവിടെ ഇരുന്നപ്പോ കുറച്ച് മ്യൂസീഷ്യൻസുമായിട്ട് പരിചയമായി. എന്നിട്ട് ഞങ്ങൾ ഒരു ബാൻഡൊക്കെ ഫോം ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഷോസ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങള് അവിടുത്തെ മൊറീഷ്യസ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ MBC, അവിടുത്തെ ടെലിവിഷൻ, അതിൽ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്തു. ഗസൽ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെ അതൊരു അത് ആ ഒരു ഇത് വന്നു എനിക്ക്. ലെറ്റ്സ് ഒരു ഇച്ചിരി കൂടി ഒരു സീരിയസ്നെസ് വന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് ഐ ഡിസൈഡഡ് that I want to go to Chennai and pursue music. അങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് പോയത്. പക്ഷെ മ്യൂസിക് അപ്പൊ എനിക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനിങ്ങനെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു, ഓർക്കസ്ട്രയിലൊക്കെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ആ ഒരു മ്യൂസിക് ലൈഫ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നല്ലേ? മ്യൂസിക് ഒരിക്കലും ചേച്ചിനെ വിട്ടുപോയില്ല? ഇല്ല. പക്ഷെ അന്ന് എനിക്ക് ഫിലിംസിലൊന്നും പാടാൻ പറ്റിയില്ല. ആൻഡ് അപ്പോഴാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തത്. മീൻസ് ഈ പ്രൊപ്പോസലൊക്കെ വന്നതും. പിന്നെ ഐ ഗോട്ട് മാരീഡ്. അപ്പൊ പിന്നെ കരിയർ അവിടെ നിന്നു. ഐ ഗോട്ട് മാരീഡ്. ആൻഡ് അത് കഴിഞ്ഞ ഒരു 10 years ഞാൻ വീട്ടമ്മയായിരുന്നു, ഒന്നും ചെയ്തില്ല. കുട്ടികൾ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു ബി വിത്ത് മൈ ഹസ്ബൻഡ് ഇൻ ദി എയർഫോഴ്സ്. പല സ്ഥലത്ത് ഞങ്ങൾ കറങ്ങി. സോ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് എല്ലാം ഇങ്ങനെ ചേച്ചി എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? ഇപ്പം ഒരു വീട്ടമ്മ. ഇല്ലില്ല, ഐ റിയലി എൻജോയ് ദാറ്റ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഒരു പാരനോയ ആയിരുന്നു. എന്റെ കുട്ടികളെ വേറെ ആരുടെ കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കുട്ടികളെ നോക്കണം, ഞാൻ തന്നെ. ബിക്കോസ് നമ്മള് എയർഫോഴ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തായിരുന്നേ. അപ്പോ ഫാമിലിയുടെ അടുത്തല്ലായിരുന്നു. മീൻസ് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് മമ്മി ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്റെ മദർ ഇൻ ലോ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. സോ എനിക്ക് വേറൊരു കുട്ടികളെ നോക്കാൻ ഒരായ വെക്കണം എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. അതൊക്കെ ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാ നോക്കിയത്. പിന്നെ കുട്ടികളെ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മ്യൂസിക് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പൊ I think I was around 32 when I started singing again. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മളപ്പോ ഒരു റീബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ അത് പവർഫുൾ ആയിട്ട് വരട്ടെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്ര അയ്യർ എന്ന സിംഗറിന്റെ വിശേഷങ്ങളാണ് SK ഹോട്ട്സ്പോട്ടിലൂടെ. ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ചേച്ചിയിൽ നിന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിംഗർ മാത്രമല്ല, ഒരു ആങ്കറാണ്, ആക്ടറാണ്, അതുപോലെ തന്നെ ആനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റ് ആണ്. അപ്പം ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് അനുസരിച്ച് ക്ഷേത്ര 89.6 FM. നല്ല കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ പാട്ടുകാരിയായിട്ടുള്ള ചിത്ര ചേച്ചിയാണുള്ളത്. ചിത്ര അയ്യർ ഓൺ SK ഹോട്ട്സ്പോട്ട്. ചേച്ചി നമ്മളിപ്പം ചേച്ചിയുടെ ഒരു റീബ്രാൻഡിങ്ങിന് വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ചേച്ചി പക്ഷെ ഒരു കാലത്ത് മിന്നി തിളങ്ങി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു സുവർണ കാലഘട്ടം എന്ന് പറയല്ലോ, ഒരു ഗോൾഡൻ എറ. ആ ഒരു ടൈമിൽ പാടിയിട്ടുള്ള പാട്ടൊക്കെ വമ്പൻ ഹിറ്റാണ്. അതോടൊപ്പം തന്നെ വമ്പൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ഒപ്പമാണ് ചേച്ചി കൊളാബറേഷൻ ഉണ്ടായിരുന്നത് തന്നെ. സോ അവരിലേക്കൊക്കെ നമുക്കൊന്ന് ആ ഒരു ചെറിയ ഓർമ്മകളിലൂടെയൊക്കെ ഒന്ന് പോയാലോ? ഞാൻ ആക്ച്വലി കുറച്ച് മ്യൂസിക് കമ്പോസേഴ്സിന്റെ പേര് പറയാം. സോ അവരുടെ പേര് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ AR റഹ്മാൻ. റഹ്മാൻ ഡെഫിനറ്റ്ലി ചിന്ന ചിന്ന ആസൈ. ഓക്കെ, ചേച്ചി പാടിയ പാട്ട് പറയുന്നു. ഞാൻ പാടിയ പാട്ട് തെനാലി എന്ന് പറഞ്ഞ ഫിലിമില് ഒരു പാട്ട് പാടി. അതായിരുന്നു എന്റെ ഫസ്റ്റ് സോങ്. അത്തിനി സത്തിനി എന്ന് പറഞ്ഞൊരു സോങ്. അത് നിങ്ങൾ പ്ലേ ചെയ്താൽ മതി on the thing. Okay, and next composer വിദ്യാസാഗർ സർ, പഞ്ചാംഗം പാക്കാതെ which I sang for him. എനിക്ക് ഭയങ്കര ഒരു സെന്റി അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. അതല്ലെങ്കിൽ പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം, ഐ ലവ് ദാറ്റ് സോങ്. ഒരുപാട് സോങ്സ് ഉണ്ട് വിദ്യാസാഗർ സാറുടെ. ഇതില്ലേ കൊഞ്ച നേരം കൊഞ്ചി പേസ കൂടാതാ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്. അത് മധുവിന്റെ കൂടെ ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് സിംഗിങ് വിത്ത് ഹിം. ഹി ഈസ് സച്ച് ആൻ അമേസിംഗ് സിംഗർ, സച്ച് എ ഫാന്റാസ്റ്റിക് സിംഗർ, അണ്ടർറേറ്റഡ് സിംഗർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം ആക്ച്വലി ഒരുപാട് പാട്ട് പാട്ടുണ്ട്, പക്ഷേ ആസ് യു സെഡ് ഹീസ് ആൻ അണ്ടർറേറ്റഡ് സിംഗർ ആണ്. And he's such a nice human being. He's such a nice guy. I mean, like, you know, very sweet chap. മധുചേട്ടനെ നമ്മൾ കൂടുതലും നമ്മൾ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു ആ ഒരു ടെലിവിഷൻ ഷോയിലൂടെയാണ്. കൂടുതലും ആളുകൾ ഇങ്ങനെ ഒരു ജഡ്ജായിട്ട് ഇരുന്നപ്പോഴാണ് കുറെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആളുകളിലേക്ക് എത്തിയത്. മധുചേട്ടനായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് പറയുമോ? ഒരുപാട് ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രത്യേകം എടുത്തു പറയാനൊന്നുമില്ല. റീസെന്റ്ലി ലൈക്ക് യുനോ ബാംഗ്ലൂരിൽ ഒരു ഷോന് ഒരു എന്തായാലും ഒരു മെഹഫിൽ പോലത്തെ ഒരു ഷോ ഫോർ എ കമ്മ്യൂണിറ്റി. മധു ഹാഡ് കം ദർ. അപ്പൊ മധുവും പിന്നെ നമ്മുടെ നിഷാദും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് സിംഗേഴ്സ് ആണ് ആൻഡ് നൈസ് പീപ്പിൾ. അപ്പം ആ ഷോന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടി പോയിരുന്നു കാണാൻ, ജസ്റ്റ് കാണാൻ വേണ്ടി പോയതാ. അപ്പോ Madhu sang this song, so he said, "Do you want to sing?" I said, "Yes, please." So he called me on the stage and then we sang this duet and it was good fun. Yeah. Oh, I love this song. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മൾ ആ പാട്ട് വെച്ചിരുന്നായിരിക്കും ഇപ്പം. ആശാ ഭോസ്ലെ ആണ് പാടിയിട്ടുള്ളത്. എന്റെ ഫേവറേറ്റ് സിംഗർ ആണ് ആശാ ഭോസ്ലെ. ആശാ ഭോസ്ലെ വാസ് ബോൺ ഓൺ September 8th. എന്റെ മൂത്ത മോള് ജനിച്ചത് September 8th അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഐ വാസ് സോ എക്സൈറ്റഡ്. ആശാ ഭോസ്ലെയുടെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ഒരു ആഘോഷിക്കാം അല്ലേ, രണ്ട് ആഘോഷങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടി നമ്മൾ ചന്ദ്രമുഖിയിലെ ആ ഒരു സോങ് നമ്മൾ വെച്ചിരുന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ചന്ദ്രമുഖിയിലെ സോങ് വരുന്നുണ്ട്. അതിന് ശേഷം മറ്റു കുറച്ച് ചില കമ്പോസേഴ്സിന്റെ പേരും കൂടെ ഉണ്ട്. സോ അത് കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മുടെ കൂടെ ഉള്ളത് സിംഗർ ചിത്ര അയ്യർ ആണ്. ചേച്ചി അടുത്ത കമ്പോസേഴ്സിന്റെ പേര് പറയട്ടെ? പറഞ്ഞോളൂ. നമ്മള് വിദ്യാജി വരെ നിൽക്കാണ്. അടുത്തത് പിടിച്ചോ, ഭരദ്വാജ് എന്ന കമ്പോസറിനെ ഓർക്കുമ്പോൾ ഏത് പാട്ടാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? ഒബ്വിയസ്ലി ഞാൻ പാടിയ പാട്ട് തുഴ തുഴ.
എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് സോങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഭയങ്കര പോപ്പുലർ ആയ ഒരു പാട്ടാണ്. ആൻഡ് അതൊരു ആ കോമ്പോസിഷൻ സമയത്ത് അതിന്റെ ഡയറക്ടർ ചേരൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ പാടിയത്. സോ ഐ ഫീൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് എനിക്ക് ആ പാട്ട് പാടിയതിന്റെ ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് സോങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. തോഴാ തോഴാ കനവ് തോഴാ 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 തോൾ കൊடு கொஞ்சம் சாஞ்சுக்கணும் நட்பை பத்தி நாமும் பேசி தீர்த்துக்கணும் ஒன்னேனா புரிஞ்சுக்கணும் ஒன்னொன்னா தெரிஞ்சுக்கணும் ஆணும் பெண்ணும் பழகிக்கிட்டா காதலாகுமா இது ஆயுள் முழுதும் தொடர்ந்தாலும் நட்பு மாறுமா தோழா தோழா கனவு தோழா 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 தோள் கொடு கொஞ்சம் சாஞ்சுக்கணும். ഹായ് വാ, സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആ പാട്ട് കേൾക്കുന്നതായിരിക്കും. ആൻഡ് അടുത്തത് സുരേഷ് പീറ്റേഴ്സ്. സുരേഷ് പീറ്റേഴ്സിന് വേണ്ടി ഞാൻ പാടിയത് മഴത്തുള്ളി കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സോങ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് അത് യേശുദാസ് പാടിയ വേർഷൻ ഉണ്ട്, യേശുദാസ് ജി പാടിയ വേർഷൻ ഉണ്ട്. ഹി sang it, his version I think is in the movie. I'm not too sure. ഞാൻ മൂവി കണ്ടിട്ടില്ല. So I think it's there in the movie, and my version is there in the cassette that came out. അന്നേരം cassette ആയിരുന്നു. Okay, so it's there on YouTube and all. It's called രാവിന്റെ ദേവഹൃദയത്തിൻ. It's a beautiful song. Please play that song for the audience. I'd really like you to play that song because I'm so proud of that song. ഷുവർ ഷുവർ. നമ്മൾ ചേച്ചിയുടെ വേർഷൻ നമ്മളത് കേൾക്കുന്നതായിരിക്കും. പ്ലീസ് കേൾപ്പിക്കൂ, ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ മാത്രമല്ല ഭയങ്കര ടഫ് ആയിട്ടുള്ള സോങ് ആണ്, ഭയങ്കര ഹൈപ്പിച്ചൊക്കെ ആയിരുന്നു. ബട്ട് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ബിക്കോസ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ബിക്കോസ് യേശുദാസ് പാടി കഴിഞ്ഞിട്ടാണ് ഞാൻ പാടിയെന്ന് തോന്നുന്നു. അത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ ഉണ്ടായിരുന്നില്ല, ഒരു പ്രഷർ ഉണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ഒരു പ്രൗഡ് മൊമെന്റ് അല്ലായിരുന്നു ആക്ച്വലി? എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. He just told me the tune and I sang it. സുരേഷ് പീറ്റേഴ്സ് ട്യൂൺ പഠിപ്പിച്ചത് ഞാൻ പാടിയതാണ് സ്റ്റുഡിയോയില്. But afterwards, I came to know that Yeshudas ji has sung the male version because I heard that song and I was like, oh my god. അപ്പൊ വേഗം ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കി എന്റെ ഓക്കെ ആണോ അല്ലയോ. അപ്പൊ എങ്ങനെയാണ് ചേച്ചി യേശുദാസ് പാടിയെന്ന് പാട്ട് എന്നൊക്കെ പറയുമ്പോ ഒരു പ്രൗഡ് ആയില്ല? അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഞാൻ പാടി. ഭയങ്കര ത്രില്ലാണ്. ഈ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൾക്കാർക്ക് അറിയോല്ലോ എനിക്കറിയില്ല, ബട്ട് ഐ ലവ് ദാറ്റ് സോങ് ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. യെസ്, എനിക്ക് തോന്നുന്നു ചേച്ചി അങ്ങനെ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത കമ്പോസറിലേക്ക് പോയാലോ? ഓക്കെ, അടുത്തത് എം ജയചന്ദ്രൻ. My god, so many songs. I just love so many of his songs. ഒരു അകലെ എന്നുള്ള സിനിമയിലെ സോങ്സ്. Okay, അകലെ songs. I mean, there are so many songs. My god, M. Jayachandran is like a, I mean, I don't think I have heard any song of his which is bad. Except some of the songs which I sang, I remember complaining to sir, ഞാൻ പാടിയ സോങ്സ് അടിപൊളി സോങ്സ് ആണ് ഞാൻ പാടിയിട്ടുള്ളത്. ഒന്ന് മധുചന്ദ്രലേഖയിലെ ആ സോങ് പ്ലേ ചെയ്യൂ. വെരി ക്യൂട്ട് ചേച്ചി. ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ? സുന്ദര. അത് ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കുറച്ച് ഒന്ന് പാടുവോ? സ്വീറ്റ് പ്ലസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ. Crazy naughty ഗൈയടാ. That song. യെസ്. അപ്പൊ എനിക്കൊന്ന് ഈ ചില പാട്ടുകളൊക്കെ ഇത് ചിത്ര ചേച്ചിയാണോ പാടുന്നത് അല്ലെങ്കിൽ ചിത്ര അയ്യറാണോ പാടിയിട്ടുള്ളത് എന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഈ ഒരു മധുചന്ദ്രലേഖ എന്നല്ല കുസുമ വദനയൊക്കെ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ട് ഇതൊക്കെ. പിന്നെ ഞാൻ പാടിയിട്ടുള്ളത് മയിലാട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ മാട്ടുപ്പെട്ടി കോവിലിൽ എന്നുള്ള ഒരു സോങ് ആണ്. എല്ലാം ഭയങ്കര പവർ പാക്ഡ് സോങ്സ് ആയിരുന്നല്ലേ എം ജയചന്ദ്രന്റെ ഒരു കൊളാബറേഷൻ. പിന്നെ ഒരു സിനിമ ഞാൻ പാടിയിട്ടുള്ളത് ഐ കാണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ മൂവി, ബട്ട് വാലന്റൈൻ എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ പാടി. അതും ഭയങ്കര ഫാസ്റ്റ് സോങ് ആയിരുന്നു. പിന്നെ ദ സോങ് ലൈക് ചെറുതായിട്ടൊരു മെലോഡിക് ഫീൽ ഉള്ള സോങ് പാടിയിട്ടുള്ളത് ഇതാണ്, ഈ മധുചന്ദ്രലേഖയിലെ സോങ്. I really like that song. It's a cute song. We also really like that. Okay, ജി. ഓക്കെ, അടുത്തത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കമ്പോസേഴ്സ് ഉണ്ട്. ഇനി കുറച്ച് പേരുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അടുത്തത് മോഹൻ സിത്താര. ഒബ്വിയസ്ലി ഇഷ്ടമല്ലയാണ് ഞാൻ പാടിയിട്ടുള്ളത്. ബട്ട് ഐ റിയലി ലവ് ഹിസ് ജുഗ്നൂരെ. എനിക്കത് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് ജുഗ്നൂരെ.
നമ്മളുടെ കാഴ്ച എന്നുള്ള ഫിലിമില്. ആൻഡ് ദ സോങ്, ദ തിങ് ഇസ് ഇറ്റ്സ് അതില് കുറെ ഗുജറാത്തി എലിമെന്റ്സ് ആണ് ആ സോങ്ങിലുള്ളത്. ലിറിക്സ് ഗുജറാത്തി ആണത്. ആൻഡ് അത് അൻവർ ആണ് പാടിയിട്ടുള്ളത്, അൻവർ സാദത്ത്. ആൻഡ് ഹി ഹാസ് സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. എന്ത് രസമായിട്ട് അൻവർ പാടിയിട്ടുള്ള ആ സോങ്. മൈ ഗോഡ്, ഐ ലവ് ദാറ്റ് സോങ്. ജുഗ്നൂരെ, ഐ ജസ്റ്റ് ലവ് ദാറ്റ് സോങ്. But the song that I sang for him, I like that song also. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, യുനോ, ഐ മീൻ ഐ ഫീൽ ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ്. അത് ശരിക്കും മീര ജാസ്മിൻ തന്നെ പറഞ്ഞ പോലെ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന സാധനം, ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് അങ്ങനെയൊക്കെ സാധനല്ലേ. അതന്നെ, അതൊക്കെ ഞാൻ തന്നെയാ പറഞ്ഞത്. But you know, so many people have said, "Oh my God, we thought it, Meera Jasmine Aparna." And also, Meera also told me that she really likes that song, and she is very, you know, she really enjoyed shooting for that song, and she loves that song. Like എന്നോട് മീരയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ I was very thrilled with that. ഓക്കെ, എനിക്ക് ഒരു ആ ഒരു ടൈമിൽ കുറച്ചും കൂടെ ഒരു വേറെ ഒരു കോൺഫോം മോഡലൊക്കെ ഉണ്ടായിരുന്ന ഒരു പാട്ടല്ലേ. ഭയങ്കര ഫണി ആയിട്ടുള്ള, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. അതെ, എനിക്ക് അതിന്റെ പിക്ചറൈസേഷൻ ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് വെരി ക്യൂട്ട്. യെസ്. ഓക്കെ, അടുത്ത സോങ് ഈസ് അടുത്ത മ്യൂസിക് കമ്പോസർ ദീപക് ദേവ്. ദീപക് ദേവിന് വേണ്ടി ഞാൻ പാടിയത് ചുണ്ടത്ത് ചെത്തിപ്പൂ. ബട്ട് ഐ റിയലി ലവ് ഹിസ് സോങ് പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഉദയനാണ് താരം. അതില് ആ സോങ് കാർത്തിക് പാടിയ ഒരു വേർഷൻ ഉണ്ട്. ദ തിങ് അബൌട്ട് കാർത്തിക്കും ഞാനും ഒക്കെ ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ചെന്നൈയില്. ഓക്കെ, അടുത്തടുത്ത വീടായിരുന്നു. അപ്പൊ അന്നേരം കാർത്തിക് ജസ്റ്റ് തുടങ്ങിയ കാലമായിരുന്നു. യുനോ, ന്യൂ കമർ സിംഗർ, ചെറിയ ചെക്കൻ, യുനോ, അങ്ങനെ ഒരു ഇതായിരുന്നു. ആൻഡ് ദെൻ ഐ റിമെമ്പർ അവൻ മലയാളം ആദ്യമായിട്ട് പാടുന്ന ഒരു സോങ് ആയിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, യോ എന്റെ ആക്സെന്റ് ഒക്കെ ആണെന്ന് അറിയില്ല, നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കേൾപ്പിച്ചിരുന്നു ആ സോങ്. അപ്പൊ ഞാൻ പറഞ്ഞു, യോ നന്നായി പാടിയിട്ടുണ്ട് നീ, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ പറഞ്ഞു, അതെ പക്ഷെ സിനിമയിൽ ഉണ്ടാവില്ല ഈ പാട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യോ ഹൗ സാഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ട് അത് തുടക്കകാലത്ത്. പക്ഷെ സിനിമയിൽ യേശുദാസ് സർ പാടിയ വേർഷൻ ആണുള്ളത്. ബട്ട് കാർത്തിക് പാടിയ വേർഷൻ ഭയങ്കര രസമാണ്. അത് ബ്യൂട്ടിഫുൾ. ഹി ഹസ് ഡൺ സച്ച് എ ഫാബുലസ് ജോബ് ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അത് ദീപക് ദേവിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, എനിക്കൊന്ന് ദീപക് ദേവ് ഇപ്പൊ ഒന്നും കൂടെ ദീപക് ദേവിസം തന്നെ കുറെ വന്നിട്ടുണ്ടല്ലേ ഈ പാട്ട് കേൾക്കുമ്പോ. യെസ്, ദിസ് ഈസ് ദീപക് ദേവ് മ്യൂസിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പോസർ ആണ് ദീപക് ദേവ്. ഏറ്റവും ഹി ഈസ് വെരി കൂൾ. അനദർ തിങ് വർക്ക് ചെയ്യുമ്പോഴേ അങ്ങനെ നമുക്കൊരു ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. ഹി വെരി നൈസ്. ആൻഡ് ഈ ഒരു പാട്ട് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ ദീപക് ദേവിന് വേണ്ടി, ഈ ചുണ്ടത്ത് ചെത്തിപ്പൂ. Of course the song was a huge hit, but I wish I got more chance to sing. എനിക്ക് ഭയങ്കര കൊതിയാണ് പാടണമെന്ന് ദീപക് ദേവിന്. ദീപക് ദേവ് കേൾക്കുന്നുണ്ടെങ്കിൽ ചേട്ടാ, ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ കൊളാബറേഷൻ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരുപാട് മ്യൂസിക് ലൈബ്രറി നമ്മളൊന്ന് തുറന്ന് അതിൽ നിന്ന് കുറേതൊക്കെ നമ്മളൊന്ന് കേട്ടു. നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈവൻ നമുക്ക് ഇനി കേൾക്കാൻ പോകുന്ന ഉദയനാണ് താരം എന്ന സിനിമയിലെ കാർത്തിക് പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കേൾക്കാൻ എൻജോയ് ചെയ്യാം. പറയാതെ അറിയാതെ. നീ പോയതല്ലേ, ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ട് ഇരിക്കാനായിട്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം ചേച്ചിയായിട്ടുള്ള നമ്മുടെ സംസാരം നമ്മുടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് യെസ്, വി ഹാവ് ചിത്ര അയ്യർ. ചിത്ര ചേച്ചി, നമ്മളിതേ ഒരുപാട് പാട്ടുകളുടെ ലിസ്റ്റൊക്കെ ഇങ്ങനെ കേട്ട് കുറേ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. അതിൻ്റെ അവസാനം വന്നത് എന്താണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആൻഡ് ഇനിയുള്ളത് ഇപ്പം ചില മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ, ഇപ്പോൾ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാതെ ചില പേര് യുവൻ ശങ്കർ രാജയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ ആണെങ്കിലും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു കമ്പോസർ ഏതാണ്? മ്യൂസിക് കമ്പോസർ ആരായിരുന്നു? റഹ്മാൻ. റഹ്മാൻ. എന്തറിയോ, ഞാൻ പാടുന്ന സമയത്ത് ഐ മീൻ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ സാറ് മാറിയിട്ടുണ്ടോ എന്തോ. ഞാൻ ഒത്തിരി വർഷമായി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ട്. ബട്ട് ഞാൻ പാടുന്ന സമയത്ത് നമ്മൾ ഈ ടെൻഷനിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറുന്ന, ആ ബൂത്തിനുള്ളിൽ കയറുന്ന, പേടിച്ചിട്ടല്ലേ കയറുന്നത്. പക്ഷെ
സാറ് ഒരിക്കലും നമ്മളെ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് പണിയെടുപ്പിക്കില്ല. ഓക്കെ, ആൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിലേക്ക് സാറ് വരും. എന്നിട്ട് അഫ്കോഴ്സ് മ്യൂസിക്കൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്. ഞാൻ സാർക്ക് വേണ്ടി ഒരു സോങ്ങിന്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് കുറച്ച്. ഈ ഉദയ എന്നുള്ള സിനിമയില് ഒരു സോങ് ഉണ്ട്, കാതൽ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. സാധന സർഗമും പിന്നെ ഹരിഹരനും കൂടി പാടിയ ഒരു സോങ് ഉദയാന്ന്. അപ്പൊ ആ സോങ്ങിന്റെ ട്രാക്ക് ഞാനാ പാടിയത് ഒത്തിരി വർഷത്തിന് മുമ്പ്. ഞാൻ എന്റെ സോങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ട്രാക്ക് പാടിയതാണ്. അപ്പോഴേ എന്നോട് പറഞ്ഞു ഇത് ട്രാക്കാണ്, വേറെ സിംഗേഴ്സ് ആയിരിക്കും പാടുന്നതൊക്കെ പറഞ്ഞിട്ടാ പാടിയത്. ഭയങ്കര ടഫായിട്ടുള്ള സോങ് ആണ്, ഭയങ്കര ക്ലാസിക്കൽ ടച്ചൊക്കെ ഉള്ള സോങ് ആണ്. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് ക്ലാസിക്കൽ ഒന്നും പഠിച്ചിട്ടില്ല, നല്ല ഉഴപ്പിയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയും ചെയ്തു, സാർ എനിക്ക് അറിഞ്ഞുകൂടാ, ഇതൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പൊ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ പാടിയാൽ മതി. ബട്ട് ഓരോ നോട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് സാർ തന്നു. വളരെ റിലാക്സ് ആയിട്ട്. ഓഫ്കോഴ്സ് ശ്രീനിവാസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ശ്രീനിവാസ് ആണ് എനിക്ക് പാട്ട് പഠിപ്പിച്ചത്. ബട്ട് ശ്രീനിവാസ് പഠിപ്പിച്ചതിന് ശേഷം ആണല്ലോ നമ്മൾ അതിനകത്ത് കയറുന്നത്. മീൻസ് ഒരുപാട് സിംഗേഴ്സ് ഉണ്ടാവുകയോ, ഒത്തിരി റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പൊ ഒന്നിനു ശേഷം അങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിനകത്ത് കയറിയപ്പോ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ പറയും ചെയ്തു, സാർ എനിക്കിത് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, സാർ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. ബട്ട് യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്, ഞാൻ പാടി കഴിഞ്ഞപ്പം ഇറ്റ് വാസ് സോ അമേസിങ്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് സിംഗിങ് സോങ്സ് എന്ന് എനിക്ക് പറയാം. എന്നിട്ട് അത് കഴിഞ്ഞപ്പം എനിക്കറിയാം ഇത് മീൻസ് പുറത്ത് വരുമ്പോ വേറെ സിംഗേഴ്സ് ആയിരിക്കുമല്ലോ പാടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ ഒരു റെക്കോർഡിങ് എനിക്ക് തരുമോ സാർ എന്ന് വെച്ചു. അങ്ങനെ അപ്പൊ തന്നെ എനിക്ക് അത് കോപ്പി ചെയ്ത് തന്നു. സിംഗേഴ്സ് അത്രയ്ക്ക് അതായത് ഒരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ തരില്ല. ഡൗൺ ടു എർത്ത് പേഴ്സൺ അല്ലേ? അല്ല, ഹി വാസ് ലീസ്റ്റ് ബോദർ. അതായത് ആരും തരില്ല അങ്ങനെ. അവരുടെ സോങ് ഒന്നും നമുക്ക് റിലീസ് ആവുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് തരിക, അങ്ങനെയൊന്നും ചെയ്യില്ല. അത് വല്ലാത്തൊരു, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കാസറ്റ്. ആ സോങ് ഒന്ന് പ്ലേ ചെയ്യാമോ? ഷുവർ, തീർച്ചയായിട്ടും. താങ്ക്സ്. ഓക്കെ ചേച്ചി, അപ്പൊ എന്താ ഉദയ സിനിമയിലെ ഉദയ എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതല്ലേ ചേച്ചി, ഇപ്പം ചേച്ചിയുടെ കിക്ക് സ്റ്റാർട്ട് തന്നെ ആക്ച്വലി AR റഹ്മാന്റെ കൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അതുല്യ കമ്പോസറിന്റെ കൂടെ ചേച്ചി വർക്ക് ചെയ്ത് തുടങ്ങി. ആൻഡ് ഫ്രം ദയർ ടു ഹിയർ എന്തൊക്കെ കാര്യങ്ങൾ ചിത്ര അയ്യർ എന്ന സിംഗർ പഠിച്ചു? ഒന്നാമത് റഹ്മാന് വേണ്ടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കൂടി സീരിയസ് ആയി. എന്റെ മ്യൂസിക് ഇച്ചിരി കൂടി പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. കുറച്ചും കൂടി ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്റെ സിംഗിങ് എന്നൊക്കെ തോന്നി. അതുവരെ ഇങ്ങനെ ഒരു ഹരമായിരുന്നു, ഡ്രസ്സായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് പോയിരുന്നു. ബട്ട് റഹ്മാനാണ് എനിക്ക് ശരിക്കും റഹ്മാന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബേണി ഇഗ്നീഷിന്റെ കൂടെ റെക്കോർഡ് ചെയ്തിരുന്നു സോങ്സ്. പക്ഷെ അതൊന്നും ആരും കേട്ടിട്ടില്ല. ആരും അങ്ങനെ വലിയ സിംഗർ എന്നുള്ള ഒരു ഐഡന്റിറ്റി എനിക്ക് വന്നില്ലായിരുന്നു. ബട്ട് റഹ്മാന്റെ കൂടെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഒരു ഐഡന്റിറ്റി കിട്ടിയതും തമിഴിലൊക്കെ നല്ലപോലെ, തമിഴിലാണ് ഞാൻ ശരിക്കും ലോഞ്ച് ആയത്. അപ്പം ഐ ഗോട്ട് an opportunity to sing some fabulous songs with fantastic singers. എന്റെ ഫസ്റ്റ് സോങ് തന്നെ ഹരിഹരന്റെ കൂടെയാണ് ഞാൻ പാടിയത്, അത്തനി സത്യം എന്നുള്ള സോങ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഐ ഗോട്ട് എ ചാൻസ് ടു സിംഗ് സം വെരി നൈസ് സോങ്സ്. കാർത്തിക്കിന്റെ കൂടെ ഐ സാങ് ദ സോങ് ഫ്രം സ്റ്റാർ. അത് എനിക്കൊന്ന് കാർത്തിക്കിന്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു. അത് നീന്തിക്കിട്ടേ എന്നുള്ള സോങ്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ വെരി ക്യൂട്ട് സോങ്. അത് കഴിഞ്ഞ് പിന്നെ ഐ സാങ് സോ മെനി അതർ സോങ്സ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റഹ്മാന് വേണ്ടി ലാസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ് അലയലെ വാസ് ലൈക്ക് എ വെരി നൈസ് എക്സ്പീരിയൻസ് അഗെയിൻ. അതില് തമിഴ് വേർഷനും പാടി, തെലുങ്ക് വേർഷനും പാടി. അപ്പം തെലുങ്ക് വേർഷൻ റെക്കോർഡ് ചെയ്യാൻ പോയപ്പം അത് റെക്കോർഡ് ചെയ്തത് ശ്രീനിവാസ് മൂർത്തി സാറാണ്. സോ ദ ടോട്ടൽ കോൺട്രാസ്റ്റിംഗ് എക്സ്പീരിയൻസ്. റഹ്മാന് വേണ്ടി പാടുമ്പോൾ റഹ്മാൻ ഭയങ്കര റിലാക്സ്ഡും ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ജോക്കൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അതേ സമയത്ത് തെലുങ്ക് വേർഷൻ വന്നപ്പോഴത്തേക്കും ഒരു എക്സാമിനേഷൻ ഹാളിൽ കയറിയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് ശ്രീനിവാസ് മൂർത്തി സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ ശ്രുതി പോയാലൊക്കെ സാർ ഇങ്ങനെ പറയും, എന്താണ് ഇത് ഇങ്ങനെ പാടില്ല, സിംഗേഴ്സ് ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. നമ്മൾക്ക് പിന്നെ ശ്രുതി പോകുന്നതിന്റെ ഉസ്താദാണല്ലോ നമ്മൾ അതേ ചെയ്യൂ. അപ്പൊ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് എക്സ്പീരിയൻസ്, അത് ഭയങ്കര അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറ് കൂടെ റെക്കോർഡ് ചെയ്യുന്നത്.
എന്റെ ഫസ്റ്റ് സോങ് അതായത് തെനാലിയിലെ സോങ് അത് റഹ്മാൻ സർ അല്ല റെക്കോർഡ് ചെയ്തത്, അത് ശ്രീനിവാസ് മൂർത്തി സാറാണ് റെക്കോർഡ് ചെയ്തതിന്റെ. അപ്പൊ ഞാൻ ഭയങ്കര പേടിച്ചാ പാടിയത്. പക്ഷെ പാടി കഴിഞ്ഞപ്പോ റഹ്മാൻജി വന്ന് ഇങ്ങനെ കേട്ടു, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ദെൻ അത് കേൾക്കാൻ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. സർ ഇങ്ങനെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ. ബിക്കോസ് അത് ഹരിഹരന്റെ കൂടെയാ പാടിയത്. കെൻ യു ഇമാജിൻ? ഐ മീൻ അതൊരു മൈ ഗോഡ്. ഞാൻ വിചാരിച്ചേ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ട് തരുമായിരിക്കും അങ്ങനെ പ്രതീക്ഷയാണ് നമ്മൾ പോയത്. അതെ അതെ. പക്ഷെ കിട്ടിയത് നല്ല ഒന്നാന്തരം നല്ല ക്ലാസിക് കുറെ സംഗതിയൊക്കെ ഉള്ള പാട്ടല്ലേ ശരിക്കും. ബട്ട് ഐ മീൻ ബ്യൂട്ടിഫുൾ സോങ്, പക്ഷെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഓക്കെ ചേച്ചി. അപ്പൊ എന്തായാലും എന്താ ഇങ്ങനെ ആ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം AR റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തുടങ്ങിയപ്പോ തൊട്ടാണ് കുറച്ചും കൂടെ മ്യൂസിക് ഒന്ന് സീരിയസ് ആക്കാമെന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ ഇങ്ങനെ കുറേ പാട്ടുകൾ നമുക്ക് പിന്നീട് കിട്ടി. അങ്ങനെ ചിത്ര അയ്യർ എന്ന സിംഗറിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആക്ച്വലി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം ഓരോ വിശേഷങ്ങളും ഇനിയും ചോദിച്ചു പോകും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഇല്ലത്തെ ജോ ആണ്. ആൻഡ് യെസ് വി ഹാവ് ചിത്ര അയ്യർ. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ടേ. റഹ്മാന്റെ കാര്യം പറഞ്ഞപ്പോ ഒത്തിരി വർഷമായല്ലോ ഞാനിപ്പോ റഹ്മാൻ സാർക്ക് വേണ്ടി പാടിയിട്ട്. 2003 ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തത്. അതിന് മുമ്പേ ആണ് ഇത് കൺകളാൽ കൈത് സൈ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് റെക്കോർഡ് ചെയ്തത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, അനാർക്കലി എന്ന് പറഞ്ഞിട്ടൊരു സോങ്. അത് അതിന് മുമ്പാണ് പാടിയതെങ്കിലും അതാണ് പിന്നെ റിലീസായത്. ബോയ്സ് ആണ് നേരത്തെ റിലീസായത്. പിന്നെ അസത്ര എന്നുള്ളൊരു സോങ് പാടി ഫ്രോം എനിക്ക് 20 ഉനക്ക് 18. അതൊക്കെ ആണ് നേരത്തെ പാടിയത്. പക്ഷെ അതൊക്കെ പിന്നെയാണ് റിലീസായത്. പിന്നെ ഇത് അതിനുശേഷം ഞാൻ പിന്നെ റഹ്മാൻ സാറായിട്ട് അങ്ങനെ വലിയ ടച്ച് ഒന്നുമില്ല. ഒരിക്കൽ റഹ്മാൻ സാർ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നപ്പോ ഞാൻ പോയി കാണാൻ കണ്ടിരുന്നു. എല്ലാ മ്യൂസീഷ്യൻസിനെ മീറ്റ് ചെയ്തു. എല്ലാരെയും റിഹേഴ്സൽ സമയത്ത് തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അത് റിഹേഴ്സലൊക്കെ എനിക്ക് കാണാൻ പറ്റി. എല്ലാരെയും മീറ്റ് ചെയ്തു. പക്ഷെ ഒരിക്കലും ഒരു റീകണക്ട് ചെയ്യാൻ പറ്റിയില്ല റഹ്മാൻ സാറുമായിട്ട്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ ഇനി പാടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ കൊല്ലം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പെട്ടെന്നൊരു കോള് റഹ്മാൻ സാറുടെ സ്റ്റുഡിയോന്ന് എനിക്കൊരു കോള് വന്നു. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഐ വാസ് സോ എക്സൈറ്റഡ്. ആരാ വിളിക്കുന്നതെന്ന് വെച്ചപ്പം സാറുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സാറുടെ മകളുടെ കല്യാണമാണ്, അപ്പൊ കല്യാണത്തിന് എനിക്ക് ഇൻവിറ്റേഷൻ. അപ്പൊ ഐ വാസ് ലൈക്ക് സോ ഷോക്ക്ഡ്. ബിക്കോസ് ഇത്രയും വർഷം 2003 ശേഷം ഞാൻ സാർക്ക് വേണ്ടി പാടിയിട്ടില്ല. എനിക്ക് അന്നേരം ആ ഫോൺ ഉണ്ടായിരുന്നില്ല, വേറെ ഫോണാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കാനുള്ള ആരോ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ പറയാതെ അത് ചെയ്യില്ലല്ലോ. ഇപ്പോ എന്നിട്ട് ഞാൻ അവിടെ ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഐ വാസ് സ്കേർഡ് ഓൾസോ, ഐ വാസ് വറീഡ് ഓൾസോ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും പോണം, റഹ്മാൻ സാർ വിളിച്ചതല്ലേ, എന്തായാലും പോണം, കല്യാണത്തിന് പോണം, മകളുടെ കല്യാണത്തിന് പോണം. അങ്ങനെ ഞാൻ കല്യാണത്തിന് പോയി. ആൻഡ് അവിടെ ചെന്നു. സാർ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എല്ലാ പഴയ ആൾക്കാരും ഉണ്ടായിരുന്നു, മ്യൂസീഷ്യൻസ് ഒത്തിരി പേര് മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ സാറും സാറുടെ വൈഫും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഒരുമാതിരി ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എത്ര പഴയ ഫേസസ് ആണെന്നോ. ഞാൻ അത്രയും വർഷം കാണാത്ത ആൾക്കാരെയൊക്കെ വീണ്ടും കണ്ടു. പിന്നെ റഹ്മാൻ സർ സിസ്റ്റർ റെയ്ഹാനെ ഞാനും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാനഡയിൽ ഒരു പരിപാടിക്ക് പോയത്. അപ്പോ അത് എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഇത്രയും ദൂരം പോകുന്നതും പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു തമിഴ് ഒരു ഓർക്കസ്ട്ര ഇതിന്റെ കൂടെ പോകുന്നത്. ദേവാസറുടെ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. അപ്പോ ഞാനും റെയ്ഹാനയാണ് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒരുമിച്ച്. അപ്പൊ റെയ്ഹാന ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. ആൻഡ് വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, റെയ്ഹാനയ്ക്ക് സുഖമില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ പിന്നെ വി വർ ലൈക്ക്
എന്താ പറയാ, ആ ഒരു നന്നായിട്ട് ഒരു ബോണ്ട് ചെയ്യാൻ പറ്റി ആ ഒരു ഷോ ഇത് കഴിഞ്ഞപ്പോ. അങ്ങനെ ഞങ്ങള് കുറെ കാലം വി വർ ഇൻ ടച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഐ ലോസ്റ്റ് ടച്ച് വിത്ത് ഹർ ഓൾസോ. പക്ഷെ ഈ കല്യാണത്തിന് പോയപ്പോ ഷീ സോ മീ ആൻഡ് എന്നിട്ട് ഷീ കെയിം റണ്ണിങ് ആൻഡ് ഷീ ഹഗ്ഡ് മീ ആൻഡ് ഷീ സെഡ് യോ എപ്പടി ഇരിക്ക ചിത്ര എന്നൊക്കെ പറഞ്ഞപ്പം ഐ വാസ് സോ എക്സൈറ്റഡ്, ഐ വാസ് സോ ത്രിൽഡ്. നമ്മൾ എന്തൊക്കെയോ വിചാരിക്കുക ആൾക്കാരെ പറ്റി, അയ്യോ അവര് യുനോ നമ്മളെ ഓർക്കത്തില്ല, നമ്മള് യുനോ അവര് വലിയ ആൾക്കാരല്ലേ, അയ്യോ അവരൊന്നും നമ്മളെ ഓർക്കത്തില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നമുക്ക് ഓരോരോ കൊനിഷ്ഠ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചിന്തകളുണ്ട്. അതൊക്കെ വെറും നോൺസെൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഐ തോട്ട് people are people, whether they are famous or whatever it is, they are all just human beings and sometimes they surprise you. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ആൾക്കാർ ചില സമയത്ത് നമ്മളോട് സ്നേഹം കാണിക്കുക. it's something that you never expect and you think നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ തന്നെ ഓരോരോ തോട്ട്സ് നമ്മൾ വരുത്തിയിട്ട് നമ്മൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് you realize sometimes when you have this kind of experiences. എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ കല്യാണത്തിന് പോയത്. സോ എന്തായാലും ഇനിയും ചേച്ചി ഒരിക്കലും ഇനിയും അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത അൺഎക്സ്പെക്ടഡ് തിങ്സ് ഇനിയും ഇതുപോലെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഉള്ളത് ചിത്ര അയ്യറാണ്. സോ എന്തായാലും ചേച്ചിയുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചോദിച്ച് കേട്ടറിഞ്ഞു പോകാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് ആൻഡ് നമ്മുടെ കൂടെ ഉള്ളത് ചിത്ര അയ്യർ, ദ സിംഗർ. അപ്പൊ ചേച്ചി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടു. ഇനി ഞാൻ ചേച്ചിയോട് കുറച്ച് വാക്കുകൾ പറയും. മുമ്പേ നമ്മൾ കമ്പോസേഴ്സിന്റെ പേര് പറഞ്ഞു, ചേച്ചിയുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ കേട്ടു. പക്ഷേ ഞാൻ ചില വേർഡ്സ് പറയും. അപ്പം ആ വേർഡ്സ് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ എന്താണ് വരുന്നത് അത് ചേച്ചിക്ക് പറയാം. ഓക്കെ? കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എന്റെ ബർത്ത് പ്ലേസ് ആണ്. ഞാൻ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. എന്റെ അപ്പൂപ്പന്റെ വീടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതൊക്കെ എന്റെ അങ്കിള് വിറ്റു. ഇവിടെ ആരും ഇല്ല ഇപ്പൊ. ബട്ട് കരുനാഗപ്പള്ളിയിൽ എന്റെ ഗ്രാൻഡ് ഫാദറുടെ ഒരു വീടുണ്ടായിരുന്നു. പിന്നെ കരുനാഗപ്പള്ളി തന്നെ ഇപ്പൊ തഴവ എന്ന് പറഞ്ഞ വില്ലേജിലാണ് മമ്മി വീട് വെച്ചത്. ഞങ്ങളുടെ ആൻസെസ്ട്രൽ പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ നല്ല നല്ല കുറെ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ളതല്ലേ? കരുനാഗപ്പള്ളി തന്നെയാണ് എനിക്ക് എന്റെ ഓർഗനൈസേഷൻ. ഞാനിപ്പോ ഒരു എലിഫന്റ് വെൽഫെയർ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് തുടക്കം കരുനാഗപ്പള്ളി തന്നെയാണ്. ബിക്കോസ് കരുനാഗപ്പള്ളി അമ്പലത്തിലെ പടനായർ കുളങ്ങര അമ്പലത്തിലെ ആന മഹാദേവൻ, അവൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ് ആ ആനയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു, കാണുമായിരുന്നു. അവസാനം ഓഫ്കോഴ്സ് ഹി ഡൈഡ്, ഹി ഹാഡ് എ വെരി ഹോറിബിൾ ഡെത്ത്. പക്ഷെ അവന്റെ അവനാണ് അതിന് ഇൻസ്പിറേഷൻ, അതിന് കാരണം, ഞാൻ ഈ ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള കാരണം. സോ യാ, ലോട്ട് ഓഫ് മെമ്മറീസ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഈസ് ഓഗസ്റ്റ് 24th. ഓഗസ്റ്റ് 24th. വെൽ, എന്റെ മോളെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഓഗസ്റ്റ് 24th പക്ഷെ ജനിച്ചത് സെപ്റ്റംബർ 8th, which is I told you, Asha Bhosle's birthday. August 24th is the day that I recorded my first song for A.R. Rahman. അതാണ് ഞാനിങ്ങനെ ഓക്കെ വരട്ടെ ഇങ്ങനെ കാത്തിരുന്നത്. ഫസ്റ്റ് റെക്കോർഡിംഗ് ചെന്നൈ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ആ ഒരു മൊമെന്റ് നമ്മൾ കുറെ അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പഴയ സ്റ്റുഡിയോ പഞ്ചത്തൻ അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. യെസ്. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 24th ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഈസ് വരയോ? യെസ്, ദാറ്റ് ക്യാൻ ബി ഡ്രോയിങ് ഓർ തലവര, വാട്ടെവർ. വര എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. I used to do a lot of sketches, pencil sketches mostly, and little bit of watercolor painting. Oil painting അത്ര ഇല്ല, but watercolor and sketching ചെയ്യുമായിരുന്നു. തലവര ഞാൻ ആക്ച്വലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചേച്ചി തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് പഠിക്കാൻ ചെന്ന സമയത്ത് വര പഠിച്ചു, ആൻഡ് ഡാൻസ് കളിക്കാൻ ചെന്ന സമയത്ത് പാട്ട് പഠിച്ചു. അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അല്ല, അത് ശരിയാണ്. അത് പാട്ട് പഠിക്കാൻ ഇരിക്കുമ്പോ നമ്മളുടെ പാട്ടുമാഷ് മുമ്പിൽ ഇരിക്കുമ്പോ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാർട്ടൂൺ വരയ്ക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി.
പിന്നീട് ഈവൻ എം ജയചന്ദ്രൻ സർ ഫേമസ്ലി വുഡ് ടീസ് മീ വുഡ് സേക്ക് ഈ ആനയുടെ പുറകെ പോകുന്ന സമയം കൊണ്ട് ഇച്ചിരി പാട്ട് പ്രാക്ടീസ് ചെയ്തൂടെ ചിത്രയ്ക്ക് നല്ല ടാലന്റ് ഉണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ എങ്ങനെ ചേച്ചി വരയ്ക്കാറുണ്ടോ? ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ? കുറേ കാലമായി വരച്ചിട്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു മമ്മിയുടെ ഈ പോക്കൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അങ്ങ് ഭയങ്കര തളർന്ന്, എനിക്ക് ശബ്ദമൊക്കെ അടഞ്ഞ് തീരെ വയ്യ. ഒന്നാമത്തെ കാര്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ മമ്മി ഇല്ല എന്നുള്ളത്. സത്യം എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഒരു തളർച്ച. അമ്മ വാസ് എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഫോർ മീ. ഐ മീൻ എല്ലാവർക്കും ആണ്, അങ്ങനെയല്ല, പക്ഷെ മമ്മി ഭയങ്കര ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഒരു സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഒക്കെ ആയിരുന്നു മമ്മി. പിന്നെ മമ്മിയുടെ ചീത്ത ഇടയ്ക്കിടയ്ക്ക് കൊണ്ടാലേ എനിക്ക് ഇത്തിരി ഒരു ഉഷാറാവുള്ളൂ. അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള എനിക്ക് അമ്മ ഇന്നും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? ഭയങ്കര ഡൗൺ ഇൻ ദ ഡംസ് ആയി ഞാൻ. അതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മമ്മി മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഒത്തിരി നാളെ, ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇങ്ങനൊരു വർക്ക് വന്നപ്പോ എനിക്കത് തള്ളി കളയണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ബിക്കോസ് ഇത്തിരി നാൾക്ക് ശേഷം ഐ എം ഗെറ്റിംഗ് ആൻ ഓഫർ, വൈ ഷുഡ് ഐ സേ നോ? അപ്പോ ആൻഡ് എസ്പെഷ്യലി ഇറ്റ് വാസ് എ നിവിൻ പോളി പ്രൊഡക്ഷൻ. സോ ഐ തോട്ട് ഓക്കെ, വൈ നോട്ട്, ലെറ്റ് മീ ഡു ഇറ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പം I'm not going to tell you anything more about it. I'll just tell you that it's a Nivin Poly production. ഞാൻ ആക്ച്വലി അതിനെ പറ്റി ഒന്ന് ചോദിക്കാനായിട്ട് വരികയും ചേച്ചി പറയും കൂടെ. I am not allowed to speak about it. Okay, നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാത്തത് അതും എനിക്കറിയില്ല. ഓക്കെ. സോ ഐ വാണ്ടഡ് ടു, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ലെങ്തി റോളൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മമ്മിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 3-4 ദിവസമൊക്കെയാണ് കുഴപ്പമില്ല. അപ്പൊ അവരൊന്ന് ചെറിയ റോളാണ് ചേച്ചി, ആകെ ഒരു 3-4 ദിവസത്തെ കാര്യമുള്ളൂ വന്ന് ചെയ്യാം. അപ്പൊ ഞാനും വിചാരിച്ചു അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു, അപ്പം അതിൽ നിന്നൊന്ന് ഒരു റിലീഫ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനിടയ്ക്ക് മമ്മി മരിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിന് പോയപ്പോ ഞാനിങ്ങനെ ലിറ്ററലി ഐ വാസ് സ്പേസ്ഡ് ഔട്ട്. എനിക്ക് ഡയലോഗൊക്കെ മറക്കുക, എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല, എന്തൊക്കെയോ ആവുക. മമ്മി മരിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. I was like totally I was a mess, but somehow I managed to complete the work. But it was a relief also. ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു പോയി വേറൊരു ക്യാരക്ടർ ആയിട്ട് ജീവിക്കാനേ ഒരു 3-4 ദിവസം. But it was a nice experience and I really I'm grateful to God for giving me that experience, because ഒന്നാമത് ആ ഒരു സെറ്റിലെ ആ ഒരു atmosphere was very happy atmosphere, very nice atmosphere. And the director, they were, it's 2 directors doing the film, and they were youngsters, and the whole atmosphere on the set was amazing. My daughter was there with me, so I had a really very happy 4 days, and then I came back. അതിന്റെ ഇടയിൽ ഞാൻ പോയ ദിവസം തന്നെ അച്ഛന് വയ്യാണ്ടായി. അച്ഛന് ഒറ്റയ്ക്കാണ് ഇവിടെ. അപ്പൊ തന്നെ ഞാൻ ഹാഡ് ടു റിട്ടേൺ ബാക്ക് ബിക്കോസ് ഐ തോട്ട് ഓ മൈ ഗോഡ് മൈ ഫാദേഴ്സ് നോട്ട് വെൽ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെയും അടുത്ത ദിവസം രാവിലെ വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. But anyway, whatever it is, the whole experience was a very nice experience, and I'm really grateful that I got it. ഇല്ലെങ്കിൽ ആകെ കൂടി ഒന്നുകൂടെ പഠിച്ചു പോയല്ലേ? അതെ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എനിക്കൊന്നു അമ്മയുടെ ആ ഒരു മെമ്മറീസ് ചേച്ചിയുടെ കൂടെ എപ്പോഴും ഇങ്ങനെയുണ്ട്. അതൊരു പവർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇനിയും ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെ അമ്മയുടെ എഴുത്തുകളും ഒക്കെ ഇനി ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. എന്തായാലും എന്താ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മാറ്റാനായിട്ട് പറ്റാത്തൊരു പേഴ്സണാലിറ്റി തന്നെയാണ് ചേച്ചിയുടെ ലൈഫിൽ. ചേച്ചിക്ക് അങ്ങനെ ഒരു അമ്മയായിട്ട് ചേച്ചിയുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ പറയാം. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്റെ മമ്മിയുടെ അവിടത്തേക്കൊന്നും എത്തൂല, എന്നാലും ഞാൻ ശ്രമിക്കും. ഓക്കെ ചേച്ചി. അപ്പൊ എന്താ ഇപ്പൊ നമ്മള് ഓഗസ്റ്റ് 24 പോയി ആ ഒരു മെമ്മറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അടുത്ത പാട്ടിലേക്ക് പോയിട്ട് ഇനി അടുത്ത വേർഡിലേക്ക് പോകും. അപ്പൊ ചേച്ചി ഒന്നും കൂടി ഒരു പവർ ആയിട്ട് തിരിച്ചു വരും. ഓക്കെ. 89.6 FM സർഗക്ഷേത്ര SK Hotspot. Welcome back to SK Hotspot on Sargakshetra 89.6 FM. Yes, we have Chitra Iyer on SK Hotspot. ചേച്ചി നമ്മൾ ചില വാക്കുകൾ പറഞ്ഞിട്ട് ആ വാക്കുകളിലൂടെ ചേച്ചിയുടെ മെമ്മറീസിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ചേച്ചിയുടെ ഒപ്പം. ഓക്കെ, അടുത്ത വേർഡിലേക്ക് പോയാലോ? ഡെഫിനറ്റ്ലി. ഓക്കെ, നമ്മൾ അങ്ങനെ ഓഗസ്റ്റ് 24 പോയി. പിന്നെ ഏതാണ്
വരയിലൂടെ കടന്നുപോയി. ഇനി അടുത്തത് ജീനിയസ് എന്നൊരു വേർഡ്. ആക്ച്വലി ചേച്ചിയുടെ പല കോൺവെർസേഷനിലും ഞാനിങ്ങനെ കേട്ടപ്പോൾ അല്ലെങ്കിൽ ജീനിയസുകൾ ഇങ്ങനെയാണ് സർ, അല്ലെങ്കിൽ ജീനിയസുകൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ചേച്ചി ഈസ് ലൈക്ക് ഒരു ജീനിയസ് എന്നുള്ള വേർഡിനോട് ഇത്ര ഒരു ഇഷ്ടം, ജീനിയസ് എന്ന വേർഡ്? ബിക്കോസ് എന്താ അറിയോ, മാഡ്നെസ്, അതായത് ഒരു ഇൻസാനിറ്റിക്കും ജീനിയസും തമ്മിൽ വളരെ ഒരു ചെറിയ തിൻ ലൈൻ ആണുള്ളത്. ഓക്കെ, ഞാൻ ജീനിയസ് ആണ്, ഞാൻ ഇൻസൈൻ അല്ല, ഞാൻ ഭ്രാന്തിയല്ല, ഞാൻ ജീനിയസ് ആണെന്ന് പറയും. ദാറ്റ്സ് വൈ ഐ ആം ലൈക്ക് ദിസ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര എനിക്ക് തോന്നുന്നു പല തരത്തിലുള്ള ചിത്ര ചേച്ചിയുടെ ഒരു ഇതാണ്. ഇപ്പം 24th എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക് ആ ഒരു ലൈഫിലേക്ക് വന്നു. ജീനിയസ് എന്ന് പറയുമ്പോൾ ചേച്ചിയെ നമുക്കറിയാം, നമുക്ക് ടോട്ടലി കാണുമ്പോൾ ഫുൾ ഓൺ വൈബ്രന്റ് പവർഫുൾ പേഴ്സൺ ആണ്. ആൻഡ് അടുത്ത കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ കുറെ മെമ്മറീസ് കേട്ടു. ആൻഡ് ഇനി അടുത്ത വാക്ക് ആന. യെസ്, ഞാൻ പറഞ്ഞില്ലേ കരുനാഗപ്പള്ളിയില് പടനാറുളങ്ങര അമ്പലത്തിലെ മഹാദേവൻ വാസ് എ വെരി സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ചെറുപ്പത്തില് എനിക്കൊരു മേ ബി I must have been like possibly 3 or 4 years old, and he must have been a few years older, and he was also Kutiyana and I was also a baby. So അതായിരുന്നു എന്റെ ഫസ്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ദി എലിഫന്റ്. ആൻഡ് അതെവിടെയോ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും അത് കിടക്കുന്നുണ്ടാവുമായിരിക്കാം. ബിക്കോസ് ബൈ ദ ടൈം ഐ വാസ് ഷൂട്ടിംഗ് ഫോർ രാത്രി മഴ, ആ സമയത്താണ് മഹാദേവന് തീരെ വയ്യാണ്ടൊക്കെ ആയതും ഞാൻ നാട്ടിലേക്ക് വന്നതും. എന്റെ അമ്മൂമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കരുനാഗപ്പള്ളിയിൽ എന്റെ അപ്പൂപ്പന്റെ വീടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പം എന്റെ അമ്മൂമ്മ പറഞ്ഞു ആനയ്ക്ക് തീരെ വയ്യ, നമ്മുടെ മഹാദേവന് തീരെ വയ്യ, നമുക്ക് അവനെ വീട്ടിലേക്ക് വിളിച്ചാലോ, അത് ആനയെ ഊട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ആനയെ വീട്ടിൽ വിളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പൊ എന്തൊക്കെയോ ചോറും പരിപ്പും കായൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട് അവർക്ക്. ആക്ച്വലി അതൊന്നും തന്നെ ആനയുടെ ശരിക്കുള്ള ഫുഡല്ല. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അന്നേരം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ നമ്മൾ വിളിച്ചു. ആൻഡ് ഫോർ 3 days in the pouring rain I got a chance to interact with that elephant, and that was such a profound moment in my life because it changed me forever. Because ആ ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് I got so involved with this whole elephant welfare business, because I realized, what elephants are going through, the kind of pain they go through, എന്താ പറയാ, the torture that they go through. നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഓരോ ആനയും ഒരു സൈക്കോളജിക്കലി ബ്രോക്കൺ ആണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല, നമുക്ക് അത് അറിയുന്നില്ല. ആൻഡ് നമുക്കത് നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ കാണുമ്പോ ആന നല്ല ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ ചൂടി ഇങ്ങനെ ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു ആനിമൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, ആ ചന്തം, നമ്മൾ അതിന്റെ പുറകിലുള്ള ആ പെയിൻ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ശരിക്കും അപ്പൊ തന്നെ നമ്മൾ ആനയുടെ ആ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് അത് കാണാൻ പറ്റും. ബിക്കോസ് എവറി എലിഫന്റ് is in so much pain and rage inside. ഈ ആന ഇടയുന്നു, ആന അങ്ങനെ ചെയ്യുന്നു, ആന ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോ അതിന്റെ ഒക്കെ പുറകില് ആ പെയിനും ആ ഒരു ടോർച്ചറും ആ ഒരു can you imagine, they are all slaves, they are all living slaves. ഈ മോഡേൺ ടൈംസിലെ ഒരു സ്ലേവറി തന്നെയാണ് ഈ ആന വളർത്തൽ. ബിക്കോസ് ഓരോ ആനയും ആനയെ നമ്മൾ വൈൽഡിൽ നിന്ന് പിടിക്കുന്നു, അതിനെ എവിടുന്നോ ബീഹാറിന്നോ അസാമിന്നോ എവിടുന്ന വെച്ചാൽ അവിടുന്ന് വരുന്നു ആന. Very few elephants that are indigenous, I mean, like in the sense they are from Kerala. Many of them come from outside states. They come here and then avare namlu changalekku idunu, avare merikkunnu, whatever. See, there is ഒരിക്കലും ഒരു വൈൽഡ് ആനിമൽ ആണത്. ഒരിക്കലും അതിനെ നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ ഒരുമാതിരി അതിന്റെ ആ പ്രൈഡിനെ നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത് വിത്ത് ഫിയർ. നമ്മൾ ഫിയർ ആണ് വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യെസ്, എനിക്ക് തോന്നുന്നു ആന എന്ന് പറയുമ്പോൾ തന്നെ ചേച്ചിക്ക് ഒരു വികാരമാണല്ലോ, ഒരു ആനപ്രേമി തന്നെയാണ്. ആനയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്ന കുറെ ആളുകളിൽ ഒരാളാണ് ചിത്ര അയ്യർ. ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തന്നെ. ഈ ഒരു ഒത്തിരി പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ബട്ട് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഗവൺമെന്റും നമ്മളുടെ ഈ അതോറിറ്റീസും നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കണം ആക്ച്വലി. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും ഒരു ദിവസം അത് മാറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സം ഡേ
ഹോപ്പ്ഫുള്ളി ദറ്റ് ഇതെല്ലാം നിന്ന് നമുക്ക് ആനയെ ശരിക്കും ആനയുടെ ഒറിജിനൽ രൂപത്തിൽ തന്നെ നമുക്ക് ആനയെ എൻജോയ് ചെയ്യാനും ആനയെ കാണാനും ആനയെ യുനോ ആ ഒരു അതിനെ ആസ്വദിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് എന്താ ആക്ടിവിറ്റീസ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പം അടുത്ത വേർഡിലേക്ക് എനിക്കൊന്ന് ഇത് ദിസ് ഈസ് എ ഫൈനൽ വേർഡ്. ഓക്കെ, നെക്സ്റ്റ് കഞ്ഞിപ്പാട്ട്. കഞ്ഞിപ്പാട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കഞ്ഞിപ്പാട്ട് ഞാനല്ല പാടിയത് എന്റെ സിസ്റ്ററാണ്. അത് ഞാൻ പറയാം. ആക്ച്വലി എന്റെ സിസ്റ്റർ ഷി വാസ് ഗോയിങ് ത്രൂ എൻ ഓപ്പറേഷൻ ആൻഡ് ഷി വാസ് അലോൺ ഇൻ ദ UK. അപ്പൊ വയ്യാത്ത ആ അവസ്ഥയില് ഷി വാണ്ടഡ് സമ്മൺ. മമ്മിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല മമ്മി. അപ്പോ ഞാൻ പോയി അങ്ങോട്ടേക്ക്. സോ ഐ വെന്റ് ടു സ്റ്റേ വിത്ത് ഹർ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം ആണ് അവര് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ലോക്ക്ഡൌൺ ആൻഡ് എന്റെ ഒരു ഫ്രണ്ട് ഹു യൂസ് ടു ബി പാർട്ട് ഓഫ് അവർ ബാൻഡ് ഹിയർ, ഗണേഷ് കുംബ്ലെ, ഹി ആൻഡ് ഹിസ് ഡോട്ടർ കെയിം ടു സീ മീ. ഞാനിപ്പോ നാട്ടിൽ നിന്ന് അവിടെ പോയതുകൊണ്ട് ഹി കെയിം ടു സീ മീ. അവര് മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. മൈ സിസ്റ്റർ സ്റ്റേസ് ഇൻ കെന്റ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു അവര്. ആൻഡ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മൈ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്, he had to go to visit his parents because his mom was sick. He's a Malaysian. അപ്പം അങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിനകത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തത്. അവിടെ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ലോക്ക്ഡൌൺ ആയിരുന്നു. എവിടെയും പോകാൻ പറ്റില്ല. ഞാൻ ആ ഒരു മാസം ഞാൻ അവിടെ ഉണ്ടായിട്ട് ഞങ്ങള് ആ കോർണർ ഷോപ്പ് പോലും പോയിട്ടില്ല. അവരുടെ വീട്ടിന്റെ റോഡിന്റെ എൻഡിലുള്ള കോർണർ ഷോപ്പ് വരെ പോലും ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു കം ഫ്രം അബ്രോഡ്. They were very strict with the people who came, who were not locals. അപ്പോ ഇടയ്ക്കിടയ്ക്ക് പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. കോവിഡ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ റൂൾസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? ആ സമയത്ത് മമ്മി ഇവിടെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ആ സോങ്. ബിക്കോസ് ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അവർ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ചെറിയ പോർഷൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിനകത്തിരുന്ന് വെറുതെ ഒരു ഹരത്തിനിങ്ങനെ ഒരു എന്താ പറയാ ഒരു രസം just for fun we recorded that, but it's got so many views and it's become so popular and so many people have listened to the song on YouTube. If you can play that song it will be great. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? അപ്പം ഇനിയും അപ്പം ഇൻഡി സോങ്സ് ഒക്കെ അപ്പം ചേച്ചിയുടെ വക എക്സ്പെക്ട് എനിക്ക് അതിനെ പറ്റി ഞാൻ കുറച്ച് പാട്ടുകൾക്ക് ശേഷം എന്തായാലും ചോദിക്കാം. സോ ദിസ് ഈസ് RJ Jo on SK Hotspot. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുത്തലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Welcome back to SK Hotspot and you are listening to സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ആങ്കർ, ആക്ടിവിസ്റ്റ്, സിംഗർ, ആക്ടർ ചിത്ര അയ്യർ. ചേച്ചി, നമ്മൾ പറഞ്ഞു നിർത്തിയത് ചേച്ചിയുടെ കഞ്ഞിപ്പാട്ട് എന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് സോങ്ങിനെ കുറിച്ചാണ്. ആൻഡ് ഇപ്പോഴത്തെ സമയത്തെ ഒരുപാട് ഇൻഡിപെൻഡന്റ് സോങ്സ് വരുന്നുണ്ട്. സിംഗേഴ്സും ഉണ്ട് ആക്ച്വലി. ഇപ്പം പ്ലേ ബാക്ക് സിംഗർ ഉള്ളവരാണെങ്കിൽ കൂടിയും ഇൻഡി സോങ്സ് ഓൺ പ്രൊഡക്ഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ചേച്ചിയുടെ വക അങ്ങനെ ഓൺ പ്രൊഡക്ഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവോ? എന്നത്തേക്കായിരിക്കും അങ്ങനെ ഒരു വരവ്? ഞാൻ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സോങ്, അതായത് യു ഓൾറെഡി പ്ലേഡ് വൺ സോങ്, അതിന്റെ ഹിന്ദി വേർഷനും ഞങ്ങൾ ചെയ്തിരുന്നു. അതായിരുന്നു ഓൺ പ്രൊഡക്ഷൻ ഞാൻ ആദ്യം ചെയ്തത്. ബട്ട് അത് ഇറ്റ് ഹാസ് ബീൻ റിലീസ് ത്രൂ അനദർ കമ്പനി ഇൻ അനദർ what do you call a company based in Bombay. They have released that song, but that is one of my productions. അതല്ലാതെ പോസ്റ്റ് കോവിഡ് ഞങ്ങളൊരു കുറച്ച് സോങ്സ് ചെയ്തിരുന്നു. എനിക്ക് പഴയ ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ട് സന്തോഷ് ചന്ദ്രൻ, യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് ഹിം, ഹി ഈസ് എ വെരി ഫേമസ് ഗിറ്റാറിസ്റ്റ്. 13 AD ഉണ്ടായിരുന്ന ഗിറ്റാറിസ്റ്റ് ആണ്. ആൻഡ് ഹീസ് ഫേമസ് ഫോർ ഹിസ് ഇൻഡോ ഫ്ലെമെങ്കോ സ്റ്റൈൽ ഓഫ് ഗിറ്റാർ. ഐ നോ സന്തോഷ് സിൻസ് ദ ടൈം ഹി വാസ് എ ലിറ്റിൽ ബോയ്. ഞാനും സന്തോഷും തമ്മിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് എന്താ ഓൾഡ് സ്റ്റോറീസ് ഉണ്ട്. I know it's a long time. So Santosh and me together, we did this, we recorded these 4 songs. Nammal Ernakulathu vechana cheythathu. It was during this time that we did this. And post-COVID, I think. Yeah.
So we recorded this, and it's available on YouTube. It's available. It was there on various audio platforms like Spotify and all. But then I don't know. They've right now they've removed it because of some copyright issue. അത് പറയണമെന്നില്ല. But I'm just telling you. അപ്പൊ അതിന് നമ്മള് ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യണം. എന്തൊക്കെയോ ഉണ്ട് പരിപാടി. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മടി അതിന്റെ പുറകെ പോകാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടു. എനിക്കില്ലേ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അത് തീരുന്നവരെ ഭയങ്കര ചൂടായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് എന്റെ പിന്നാലെ പോകാൻ എനിക്ക് മടിയാ. ഞാൻ ആക്ച്വലി ഇപ്പൊ സന്തോഷ് ചന്ദ്രൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഐ നോ ഹിം. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. Yeah, he's very famous, very sweet chap. He's in USA now. He's moved to USA. He's shifted to USA, yeah, with his family. A very sweet chap. Such a darling. I mean, ഇത്രയും accomplished artist ഇങ്ങനെ ഇത്രയും humble ആയിട്ട്, I mean, it's impossible. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ചേച്ചി അതെ ചേച്ചി ഇല്ല ചേച്ചി അങ്ങനെ ഒരു ക്യാരക്ടർ. വെരി സ്വീറ്റ് ചാപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഓൺ പ്രൊഡക്ഷൻസ് അപ്പം ഇനിയും വരും എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? ഡെഫിനറ്റ്ലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മടിയാണെന്നല്ലോ, ലോകം മടിച്ചാണ് ഞാൻ, പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് ഇങ്ങനെ മടിയാണെന്ന് പറഞ്ഞ് തന്നെയും എത്രയൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി ചേച്ചി കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു സാധനം ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ബോറടിക്കും. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാ. കൊള്ളാം. ഈ കോവിഡ് സമയത്ത് ഞാൻ വേറെ എന്തൊക്കെയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്റെ വീട്ടില് ഞാൻ ഒത്തിരി പച്ചക്കറി വളർത്തും. പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കി വിറ്റിരുന്നു. സത്യമാണ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടല്ലേ, ഒരുപാട് പേര്. പട്ടി, പൂച്ച, മീന്, മീൻ, പട്ടി, കോഴി. എനിക്കൊരു അണ്ണാൻകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അത് ആഫ്റ്റർ മമ്മി പാസ്റ്റ്. ഇവിടെ ഫാം ആണല്ലോ, അപ്പൊ ഏതോ മരത്തിൽ നിന്ന് വീണതോ മറ്റോ ആയിരിക്കും. അതിന്റെ അമ്മ കൊണ്ടുവന്ന് വിട്ടതാണോന്ന് അറിയില്ല. പൂജാമുറിക്കകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ അടുത്ത് ഞാൻ നോക്കുകയൊക്കെ ചെയ്തു. ആൻഡ് അതിപ്പോ ഒരുവിധം വലുതായി. ഇനിയിപ്പോ അതിനെ റിലീസ് ചെയ്യണം. ഓക്കെ, അല്ല ഇതിനെല്ലാത്തിനും കൂടെ എങ്ങനെ ടൈം കിട്ടുന്ന ഏഷി? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ടൈമൊന്നും, ഞാൻ ഭയങ്കര ലോകമടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഏതെങ്കിലും മൂലയിലിരുന്ന് പുസ്തകം വായിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട്, ഇപ്പൊ ഇവിടെ പശു ഉണ്ട് നമ്മുടെ വീട്ടില്. പശുവിനെ നോക്കുക, ഇതിനെ നോക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അതിന് നമ്മൾ എന്തായാലും സമയം കണ്ടെത്തില്ലേ. പിന്നെ എനിക്ക് and I love buying makeup. Not that I use much of makeup, but I love buying makeup. I keep buying and I gift it off to people because I don't know what to do with it because I have so much of makeup and my kids keep saying, "Mama, you need psychiatric help. What are you doing?" ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ അറിയാത്ത ചിത്ര ചേച്ചിയുടെ മറ്റൊരു സൈഡാന്ന് തോന്നുന്നത് അല്ലേ? ഓക്കെ, ആക്ച്വലി എനിക്ക് ചേച്ചിയുടെ ഡ്രസ്സിങ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ലുക്കായിരിക്കും എപ്പോഴും. ഇങ്ങനെ നല്ല കുറെ മാല, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കമ്മലൊക്കെ. ഞാനിങ്ങനെ പല ഫോട്ടോസും ഇങ്ങനെ നോക്കിയപ്പോ അങ്ങനെയൊക്കെ നടക്കാൻ ഇടയ്ക്ക് പിന്നെ ഞാനങ്ങ് ഗിവ് അപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ വീണ്ടും ചെറുതായിട്ടൊന്ന് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു മര്യാദയൊക്കെ ആയിരുന്നേ. കോവിഡ് ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും കോവിഡ് ആയപ്പോ ഞാൻ ചത്തു തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. ഭയങ്കര ഐ വാസ് വെരി സിക്ക്. കോവിഡ് വന്നിട്ട് എനിക്ക് 2 പ്രാവശ്യം വന്നു. എനിക്കും വന്നായിരുന്നു 2 പ്രാവശ്യം. ആണോ? ഞാൻ ഭയങ്കര സിക്കായി. എനിക്ക് ഐ ബിക്കേം ഡയബറ്റിക്, അങ്ങനെയൊക്കെ ആയി. ബട്ട് ലൈക് നൗ ഐ എം കൈൻഡ് ഓഫ് ഇത്തിരി ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്കും മമ്മി ഓൾസോ പാസ്ഡ് അവേ ആൻഡ് I have to now pull myself together and എങ്ങനെയെങ്കിലുമൊക്കെ മമ്മിക്ക് കുറെ അൺഫിനിഷ്ഡ് പ്രോജക്ട്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം, അതൊക്കെ തീർക്കണം, ചെയ്യണം. നമ്മളുടെ ഫാമിനെ നമ്മൾ ഇവിടുത്തെ നമ്മളുടെ ഈ നാട്ടിലുള്ള ഫാമിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് I want to become more active in my acting. I love being in front of the camera. I just love it. Yeah, അത് ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ ആ രാത്രി മഴയ്ക്ക് ലെനിൻ സാർ വിളിച്ച് ഞാൻ പോയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അതെ, മോർ ദൻ മൈ സിംഗിങ്, ഐ തിങ്ക് ഐ ലൈക്ക് മൈ ആക്ടിങ്. അതുകൊണ്ടാണ് തോന്നുന്നു പണ്ട് ഫ്രണ്ടുമായിട്ട് ക്ലാസ് ബങ്ക് ചെയ്തിട്ട് പോയി സിനിമയൊക്കെ ചൊവ്വാഴ്ച പോയി കണ്ടുകൊണ്ടിരുന്നതല്ലേ? ഇതൊക്കെ ആരാ പറഞ്ഞ? ഇതൊക്കെ ഞാൻ അറിഞ്ഞു. ആ സെയിം ഫ്രണ്ട് ആണ് ശ്രീലത. ഓക്കെ, മറ്റേ പാട്ടിന് വേണ്ടിട്ട് ഒരു പ്രാവശ്യം പോയി
അല്ലേ? അതെ അതെ അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ട്യൂസ്ഡേ ഇൻഫാക്ട് വി ടു ഇൻഫോം അവർ ടീച്ചർ ആൻഡ് ഗോ, ലൈക്ക് യു നോ വി ടു ടെൽ us സർ പ്ലീസ് ഞങ്ങൾ പോയിക്കോട്ടെ, ശരി പോയിക്കോ. അത് ഏത് കോളേജായിരുന്നു? കാസർഗോഡല്ലേ? ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. യു വിൽ നോട്ട് ബിലീവ് വി ഹാഡ് സച്ച് അമേസിംഗ് ടീച്ചേഴ്സ്. സത്യമായിട്ടും നമ്മളുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സും നമ്മുടെ ഹിസ്റ്ററി ടീച്ചേഴ്സും ഒക്കെ അമേസിംഗ് ടീച്ചേഴ്സ്. ഞാൻ ഇംഗ്ലീഷ് ആണ് എടുത്തത്. വി ഹാഡ് സച്ച് അമേസിംഗ് ടീച്ചേഴ്സ്. ഐ എം നോട്ട് ജോക്കിംഗ്. ഐ മീൻ കാസർഗോഡ് കണ്ട് നിങ്ങൾ അത്ര ഇതൊന്നും ആക്കണ്ട ഇതിനെ. നമ്മൾ അങ്ങനെ എങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അല്ല, അതിനെ നമ്മൾ കാസർഗോഡ് നമ്മൾ കുറച്ചും കൂടെ റൂറൽ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ബ്രേക്ക് ദ സ്റ്റീരിയോടൈപ്പ് അതൊക്കെ മാറ്റിട്ടല്ലേ? ഭയങ്കര ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള കുട്ടികൾ അവിടെയാ കാണും നിങ്ങള്. ഫാഷൻ സെൻസ് അഫ്കോഴ്സ് ഗേൾസ് ഇത്തിരി കൂടി ബാക്കൗട്ട് ആയിരുന്നു, ബിക്കോസ് കുറച്ച് കൺസർവേറ്റീവ് ആണ് അത്. But the boys and all, you should see the fanciest cars, the fanciest clothes, എല്ലാം കാസർഗോഡാണ്. Okay. ഞങ്ങള് പണ്ട് കാസർഗോഡ് നിന്ന് ഇവിടെ പ്രോഗ്രാമിന് വരുമ്പോഴേ ഞങ്ങള് ഷോ ചെയ്യുമായിരുന്നല്ലോ. We used to do shows, no? ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ വന്ന് ഷോ ചെയ്യുമ്പോൾ നമ്മള് ഫുൾ സെറ്റപ്പ്, നമുക്ക് ബാക്കിൽ പുക, ലൈറ്റ്, പിന്നെ ഈ ഷഡ്ഡി ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ ഷഡ്ഡി ഡ്രസ് ഇട്ടിട്ടുള്ള പെണ്ണുങ്ങള് ബാക്കിൽ ഡാൻസിങ്, പിന്നെ അതേമാതിരി പടക്കം ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഷോയിന്. അന്നേരം ഇവിടുത്തെ സിംഗേഴ്സ് മറ്റേ മുണ്ട കൊടുത്തിട്ട് പാടിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഫുൾ ഹൈഫൈ ആഷ് പുഷ് ആയിട്ട് വരുന്നത്. യു ഹാവ് നോ ഐഡിയ. കാസർഗോഡിന് അങ്ങനെ നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. അയ്യോ, അങ്ങനെ കാസർഗോഡ് വിശേഷത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് ചിത്രചേച്ചിയോട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഇനി പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമുക്ക് ചിത്രചേച്ചിയോട് ഒരു ബിഗ് താങ്ക് യു പറയേണ്ടതായിട്ടുണ്ട്. സോ യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM and this is SK Hotspot with RJ Joe. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot and സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയാണ്, ചിത്ര അയ്യർ. അപ്പൊ ചേച്ചി, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഐ ഹാഡ് എ ഗുഡ് ടൈം വിത്ത് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു, പാട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, ചേച്ചിയുടെ കുറെ എക്സ്പീരിയൻസ് നമ്മളോട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പം ചേച്ചി മുമ്പേ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു റീസ്റ്റാർട്ടിന്റെ ഒരു ടൈമാണ് ഇപ്പോൾ ചേച്ചി കിട്ടിയിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പവർഫുൾ ആയിട്ട് വരാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നു. ഒരുപാട് പവർഫുൾ സോങ്സും അതുപോലെ തന്നെ ചേച്ചി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കുറെ അടിപൊളി ക്യാരക്ടേഴ്സും ഒക്കെ കിട്ടട്ടെ ഇനി അങ്ങോട്ട്, കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ആയിരിക്കണം ഇപ്പം ഐ എം 57 years old. അപ്പം ഇനി ആയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ഇനിയിപ്പോ സൂപ്പർ സ്റ്റാർ ആവേണ്ട സമയം ഇപ്പോഴായിരിക്കും. ലേഡി സൂപ്പർ സ്റ്റാർ, നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ബിഗ് സ്ക്രീനിൽ ആ ഒരു മുഖം കാണാനായിട്ട് പറ്റട്ടെ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു സോ മച്ച്. ഇനിയും എനിക്ക് ഒരുപാട് പാടണം. ഐ വോണ്ട് ടു സിംഗ് ഫോർ so many people. I mean, I've got so many favorites who I want to sing for. I hope I get the opportunity. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ചേച്ചി മുമ്പേ പറഞ്ഞില്ലേ ഇനിയും ചില മ്യൂസിക് കമ്പോസേഴ്സിന്റെ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളാബായിട്ട് ഇപ്പം MG ശ്രീകുമാർ സാറിന്റെ കൂടെ ഇനിയും പാടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ആരാണ് കൂടെ പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു നമ്മളുടെ വോയിസസ് തമ്മിൽ നല്ല കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ എനിക്ക് പാട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് an opportunity അങ്ങനെ പാടാൻ. ആ വോയിസ് തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്റെ ഒരു ഇതാണ് കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ചർച്ചയാണെന്ന്. ബട്ട് എനിക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ്. ഓക്കെ, അങ്ങനെ ഇനി കൂടെ പാടണമെന്ന് ആഗ്രഹമുള്ള ആരായിരിക്കും? ഒരുപാട് പേരുണ്ട്. ഐ വുഡ് ലവ് ടു റെക്കോർഡ് വിത്ത് വിജയ്. ഐ വുഡ് ലവ് ടു റെക്കോർഡ് വിത്ത് you know there's the singer called Vijay Prakash. I know. Yes, oh my god, I'm such a huge fan of him. And he's such an amazing guy, very sweet. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പാടണമെന്ന് വലിയ ആഗ്രഹമാണ്. കന്നഡയിലോ തമിഴിലോ ഏതെങ്കിലും, എനിത്തിങ്, നോ പ്രോബ്ലം. ഏത് ഭാഷയിലും കുഴപ്പമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഷോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. ഭയങ്കര നല്ല പെർഫോമർ ആണ്. സ്റ്റേജിലൊക്കെ നല്ല രസം അദ്ദേഹത്തിന്റെ ഷോ കാണാൻ. അതെ, ഞാനും ഇങ്ങനെ എനിക്കൊന്നു നെഞ്ചെ എഴുതുന്ന ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നല്ലോ AR റഹ്മാന്റെ. അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഫാൻ ആയി പോയതാണ്. നല്ല ഭയങ്കര സ്വീറ്റ് ആണ് അദ്ദേഹം. എനിക്ക് എന്തായാലും അദ്ദേഹത്തിനോട് പാടണമെന്ന് വലിയ ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രീം കം ട്രൂ മൊമെന്റ് വരട്ടെ. ഓക്കെ ചേച്ചി, അവസാനമായിട്ട് ഒരു ഹംബിൾ റിക്വസ്റ്റ്, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി നമുക്ക് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്താലോ? ആയിക്കോട്ടെ.
തളിരാൻ തനിയെ തേങ്ങലായി പറയാൻ വയ്യാതെ എഴുതാൻ കഴിയാതെ കഥയറിയാതെ അറിയാതെ തളിരായി ചെറുകുളിരായി തനിയെ തേങ്ങലായി. Thank you so much for inviting me on this show. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. And I do hope we meet again, and I have lots more to say to you. ഷുവർ, ഐ ആം ഓൾസോ ഹാപ്പി. ഓക്കെ, Thank അത് you. കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പി. നിങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഒരു വലിയ താങ്ക് യു. യെസ്, ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും ഇനി അടുത്തത് ഒരു ആക്ട്രസ് ലെവലിൽ ഇനി അടുത്തൊരു ഇന്റർവ്യൂയിലേക്ക് വേണ്ടി എന്തായാലും ഞാൻ ഇനി വെയിറ്റ് ചെയ്തായിരിക്കും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാഡ് ചിത്ര അയ്യർ ഓൺ SK ഹോട്ട്സ്പോട്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. അപ്പൊ എന്താണ് ഈ പാട്ടുകൾ വരുന്നുണ്ട്, പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.